നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയിലെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടോ? അറ്റമില്ലാത്ത ആ കറുത്ത വിഹായസിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ തിരികെ നോക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ പെട്ടവരല്ലെന്നും എവിടെയോ ദൂരെയുള്ള ഏതോ നക്ഷത്രലോകത്തു നിന്ന് വഴിതെറ്റി വന്ന സഞ്ചാരികളാണെന്നും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചരിത്രം ചിലപ്പോഴൊക്കെ ചില സത്യങ്ങളെ മണൽക്കാറ്റിൽ ഒളിപ്പിച്ചു വിറ്റാറുണ്ട്. അത്തരത്തിൽ ഈജിപ്തിന്റെ സുവർണ ചരിത്രത്തിൽ നിന്ന് പുരോഹിതന്മാരും പിൻഗാമികളും ചേർന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ച ഒരു പേരുണ്ട്. മനുഷ്യനേക്കാൾ ഉപരിയായി അന്യഗ്രഹജീവിയെന്ന് പലരും സംശയിച്ച വിചിത്രമായ ശരീരപ്രകൃതിയുള്ള ഒരു ചക്രവർത്തി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലയോട്ടിക്ക് അത്രമേൽ നീളമുണ്ടായിരുന്നത്? എന്തിനായിരുന്നു പരമ്പരാഗതമായ ദൈവങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് സൂര്യനെ മാത്രം ആരാധിക്കുന്ന ഒരു പുതിയ മതം അദ്ദേഹം സൃഷ്ടിച്ചത്? അദ്ദേഹത്തിന്റെ വിരലുകൾക്ക് ചിലന്തിക്കാലുകൾ പോലെ നീളമുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം നിർമ്മിച്ച നഗരം മനുഷ്യർക്കു വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ആകാശത്തുനിന്ന് വന്നിറങ്ങുന്ന തേരുകൾക്ക് വേണ്ടിയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയുടെ നിശബ്ദതയിൽ ആരും നടക്കാത്ത വഴികളിലൂടെ നടന്ന ആ ഏലിയൻ ഫറവോയുടെ കഥയാണിത്. ഇത് വെറുമൊരു ചരിത്രമല്ല, മറിച്ച് പ്രണയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പ്രപഞ്ച രഹസ്യങ്ങളുടെയും കഥയാണ്. ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയിരുന്നാണ് ഈ കഥ കേൾക്കുന്നത്? നിങ്ങളുടെ നാട്ടിലെ സമയം ഇപ്പോൾ എത്രയാണ്? താഴെ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താമോ? നമ്മൾ ഒരേ കഥയിലൂടെ ഒരേ സമയത്ത് എന്നാൽ പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇനി കണ്ണുകൾ മെല്ലെ അടയ്ക്കുക, ചുറ്റുമുള്ള ബഹളങ്ങളെല്ലാം മറക്കുക. നമുക്ക് 3000 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നൈൽ നദിയുടെ തീരത്തേക്ക് പോകാം. ഈജിപ്ത്. ആ വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് പിരമിഡുകളും സ്വർണ്ണ മമ്മികളുമാവാം. എന്നാൽ നമ്മുടെ കഥ തുടങ്ങുന്നത് തീബ്സ് എന്ന മഹാനഗരത്തിലാണ്. അന്നത്തെ ലോകത്തിന്റെ ഹൃദയം. ഇന്നത്തെ നമ്മുടെ മഹാനഗരങ്ങളെപ്പോലെ അക്കാലത്ത് എപ്പോഴും ഉണർന്നിരുന്നൊരു നഗരം. നൈൽ നദി ഒരു നീല ഞരമ്പ് പോലെ ആ നഗരത്തിന്റെ മധ്യത്തിലൂടെ ഒഴുകിയിരുന്നു. വൈകുന്നേരങ്ങളിൽ നദിയിൽ നിന്നുള്ള തണുത്ത കാറ്റ് വീശുമ്പോൾ ഈന്തപ്പനകൾ തലയാട്ടും. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സാമ്പ്രാണിപ്പുക നഗരത്തെ മുഴുവനൊരു മൂടൽ മഞ്ഞുപോലെ പൊതിഞ്ഞു നിന്നിരുന്ന കാലം. പക്ഷെ ആ നഗരത്തിന് ഒരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അമുനു എന്ന ദൈവത്തിന്റെ പുരോഹിതന്മാരായിരുന്നു അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്നത്. രാജാവ് വെറുമൊരു പേരു മാത്രം. യഥാർത്ഥ അധികാരം കറുത്ത വസ്ത്രം ധരിച്ച നിഗൂഢമായ മന്ത്രങ്ങൾ ഉരുവിടുന്ന പുരോഹിതന്മാരുടെ കൈകളിലായിരുന്നു. ക്ഷേത്രങ്ങൾക്കുള്ളിൽ സൂര്യപ്രകാശം കടക്കുന്നതുപോലും അവർ തടഞ്ഞിരുന്നു. ഇരുട്ടിനെ ആരാധിക്കുന്നവർ. ജനങ്ങളുടെ ഭയമായിരുന്നു അവരുടെ മൂലധനം. നമ്മുടെ നാട്ടിൽ മഴക്കാലത്തിന് തൊട്ടുമുൻപ് അന്തരീക്ഷം വല്ലാതെ ഘനീഭവിച്ചു നിൽക്കുന്നതുപോലെ ഒരു പൊട്ടിത്തെറിക്കു വേണ്ടി ആ നഗരം കാത്തിരിക്കുകയായിരുന്നു. അവിടെയാണ് കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു രാജകുമാരൻ വളർന്നു വന്നത്. അമൻഹോട്ടപ് നാലാമൻ. അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവനെ കാണുന്നവർ ഭയത്തോടെയോ അറപ്പോടെയോ മുഖം തിരിക്കുമായിരുന്നു. അവന്റെ രൂപം അത് മനുഷ്യരുടേതുപോലെ ആയിരുന്നില്ല. നീണ്ടും മെലിഞ്ഞ മുഖം, പിന്നിലേക്ക് വല്ലാതെ നീണ്ട തലയോട്ടി, സാധാരണ മനുഷ്യരുടേതിനേക്കാൾ വലിപ്പമുള്ള എന്നാൽ പകുതി മയക്കം ബാധിച്ചതുപോലെയുള്ള കണ്ണുകൾ. അവന്റെ വിരലുകൾക്ക് അസ്വാഭാവികമായ നീളമുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ പരിചാരകർ അവനെക്കുറിച്ച് രഹസ്യമായി മന്ത്രിച്ചു. ശാപഗ്രസ്തൻ ചിലർ വിളിച്ചു, രോഗി മറ്റു ചിലർ പറഞ്ഞു. എന്നാൽ ആരും അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ആ കണ്ണുകളിൽ 1000 വർഷത്തെ വിഷാദം ഘനീഭവിച്ച് കിടപ്പുണ്ടായിരുന്നു. അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. കൊട്ടാരത്തിലെ ആഘോഷങ്ങളിൽ നിന്നോ വേട്ടയാടലുകളിൽ നിന്നോ അവൻ ഒഴിഞ്ഞുമാറി. പകരം ഉച്ചവെയിലിൽ എല്ലാവരും തണൽ തേടി ഓടുമ്പോൾ അവൻ മട്ടുപ്പാവിൽ പോയി നിൽക്കും. ഈജിപ്തിലെ കൊടും ചൂടുള്ള സൂര്യനെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുമായിരുന്നു. സാധാരണക്കാർക്ക് സൂര്യനെ നേരിട്ട് നോക്കിയാൽ കണ്ണു മഞ്ഞളിക്കും. പക്ഷെ അവന് സൂര്യനൊരു സുഹൃത്തിനെ പോലെയായിരുന്നു. ആ വെളിച്ചം അവന്റെ ശരീരത്തിൽ വീഴുമ്പോൾ ആ മെലിഞ്ഞ ശരീരം വജ്രം പോലെ തിളങ്ങുമായിരുന്നു. അവൻ ആ വെളിച്ചത്തോട് സംസാരിക്കാൻ ഭാഷയുണ്ടെന്ന് തോന്നിയിരുന്നു. എന്തിനാണ് അവർ ദൈവത്തെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിടുന്നത്? ഒരു ദിവസം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വെച്ച് തന്റെ പിതാവിന്റെ ശില്പം പണിയുന്ന വൃദ്ധനായൊരു ശില്പിയോട് അവൻ ചോദിച്ചു. അവന്റെ ശബ്ദം കാറ്റിൽ മുളകൾ ഉരസുമ്പോഴുണ്ടാകുന്ന സംഗീതം പോലെ ഗംഭീരവും എന്നാൽ മൃദുവുമായിരുന്നു.
ശില്പി ഭയന്നു വിറച്ചു. അമുൻ ദൈവത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നത് മരണശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പ്രഭു, ദൈവം രഹസ്യങ്ങളിൽ വസിക്കുന്നു, ഇരുട്ടിലാണ് ശക്തിയുള്ളത്. ശില്പി വിറയലോടെ മറുപടി പറഞ്ഞു. അമൻഹോട്ടപ്പ് മെല്ലെ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമില്ലായിരുന്നു, മറിച്ച് അളവറ്റ സഹതാപമായിരുന്നു. അല്ല, ദൈവം ഒളിച്ചിരിക്കുന്നവനല്ല. നോക്കൂ, ആ കാണുന്ന സൂര്യൻ, അറ്റൻ. അവൻ ആർക്കും മുഖം കൊടുക്കാതിരിക്കുന്നില്ല. കൊട്ടാരത്തിലും കുടിലിലും ഒരേപോലെ പ്രകാശിക്കുന്നു. സത്യം എപ്പോഴും തെളിഞ്ഞാണിരിക്കേണ്ടത്, ഇരുട്ടിലല്ല. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷെ ആ സത്യം കേൾക്കാൻ തീപ്സ് തയ്യാറായിരുന്നില്ല. അവന്റെ ഏകാന്തതയിലേക്ക് ഒരാൾ കടന്നുവന്നു. നെഫർട്ടിറ്റി. ചരിത്രം അവളെ ലോകസുന്ദരിയായി വാഴ്ത്തി. പക്ഷേ അമൻഹോട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം അവൾ വെറുമൊരു സുന്ദരിയായിരുന്നില്ല, അവന്റെ ആത്മാവിന്റെ പാതിയായിരുന്നു. മറ്റുള്ളവർ അവന്റെ വിചിത്ര രൂപം കണ്ട് ഭയന്നപ്പോൾ അവൾ ആ രൂപത്തിൽ സൗന്ദര്യം കണ്ടെത്തി. അവന്റെ നീണ്ട തലയോട്ടിയിലും വിചിത്രമായ ശരീരത്തിലും അവൾ കണ്ടത് വൈകൃതമായിരുന്നില്ല, മറിച്ച് ഈ ലോകത്തിൻ്റേതല്ലാത്ത എന്തോ ഒരു ദൈവീകതയായിരുന്നു. അവർ രണ്ടുപേരും കൂടി മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അത് രണ്ട് മനുഷ്യർ നടക്കുന്നത് പോലെ ആയിരുന്നില്ല. ആകാശത്തുനിന്ന് വഴിതെറ്റി വന്ന രണ്ട് നക്ഷത്രങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നി. അവർ സംസാരിച്ചിരുന്നത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല, നോട്ടങ്ങൾ കൊണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ വാർത്ത വന്നത്. പഴയ ഫറവോ അമൻഹോട്ടപ്പ് മൂന്നാമൻ നാടു നീങ്ങി. ഇനി സിംഹാസനം ആ വികൃതനായ രാജകുമാരനുള്ളതാണ്. കിരീടധാരണ ദിവസം. അന്തരീക്ഷം വല്ലാതെ മടുപ്പിക്കുന്നതായിരുന്നു. ആകാശത്ത് കാർമേഘങ്ങളില്ലെങ്കിലും എന്തോ ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നതിൻ്റെ സൂചന പ്രകൃതി നൽകുന്നുണ്ടായിരുന്നു. പുരോഹിതന്മാർ പരമ്പരാഗതമായ ചടങ്ങുകൾക്കായി കാത്തുനിന്നു. അവർ പ്രതീക്ഷിച്ചത് പുതിയ രാജാവ് തങ്ങളുടെ കാൽക്കൽ വീഴുമെന്നും അമുൻ ദൈവത്തിന് സ്വർണം കാഴ്ചവെക്കുമെന്നുമാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സിംഹാസനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അമൻഹോട്ടപ്പിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമുണ്ടായിരുന്നു. അവൻ പുരോഹിതന്മാർ നീട്ടിയ വിശുദ്ധ എണ്ണ നിരസിച്ചു. ക്ഷേത്രത്തിന്റെ ഇരുട്ടുമുറിയിലേക്ക് കയറാൻ അവൻ കൂട്ടായില്ല. പകരം ക്ഷേത്രത്തിന്റെ തുറന്ന മുറ്റത്തേക്ക് അവൻ നടന്നു. ഉച്ചസൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നു. അവൻ കൈകൾ ആകാശത്തേക്ക് വിരിച്ചു. ആ മെലിഞ്ഞ കൈകൾ സൂര്യനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നി. ഇനി മുതൽ അവന്റെ ശബ്ദം ക്ഷേത്രമതിലുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഇനി മുതൽ ഞാൻ അമൻഹോട്ടപ്പല്ല, അമുൻ എന്ന ദൈവം മരിച്ചിരിക്കുന്നു. ഇരുട്ടിന്റെ ഭരണകാലം അവസാനിച്ചു. ജനക്കൂട്ടം ഞെട്ടിത്തെരിച്ചു. പുരോഹിതന്മാരുടെ മുഖം കോപം കൊണ്ട് കറുത്തു. ഇനി മുതൽ ഞാൻ ആഖ്നാട്ടൻ, സൂര്യദേവനായ ആറ്റന്റെ സേവകൻ. എന്റെ ദൈവം വിഗ്രഹങ്ങളിലില്ല. എന്റെ ദൈവം ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന ആ ഗോളമാണ്, ജീവന്റെ ഉറവിടം. ഒരു നിമിഷം ലോകം സ്തംഭിച്ചുപോയി എന്ന് പറയാം. ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർന്നുവന്ന വിശ്വാസങ്ങളെ ഒരൊറ്റ മനുഷ്യൻ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുന്നു. ആഖ്നാട്ടൻ അന്നവിടെ നിന്നത് ഒരു രാജാവിനെ പോലെയായിരുന്നില്ല, പ്രപഞ്ചത്തിന്റെ രഹസ്യം കണ്ടെത്തിയ ഒരു പ്രവാചകനെ പോലെയായിരുന്നു. അവന്റെ കണ്ണുകൾ ദൂരെ മരുഭൂമിയുടെ അറ്റത്തേക്ക് നീണ്ടു. അവിടെ മനുഷ്യരാരും കടന്നു ചെല്ലാത്ത ഒരിടത്ത് പുതിയൊരു സ്വർഗം പണിയാൻ അവൻ ആഗ്രഹിച്ചു. പഴയ ദൈവങ്ങളുടെ നിഴൽ വീഴാത്ത, പുരോഹിതന്മാരുടെ മന്ത്രങ്ങൾ കേൾക്കാത്ത, സൂര്യൻ മാത്രം സാക്ഷിയാകുന്ന ഒരു നഗരം. അഖേദാട്ടൻ, സൂര്യചക്രവാളത്തിന്റെ നഗരം. പക്ഷേ അവൻ അറിയില്ലായിരുന്നു, വെളിച്ചത്തെ അമിതമായി പ്രണയിക്കുന്നവനെ ഇരുട്ട് വേഗത്തിൽ തേടിയെത്തുമെന്ന്. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മാണത്തിനും അതിലും വലിയ ദുരന്തത്തിനും അവിടെ തുടക്കമാവുകയായിരുന്നു. തീബ്സ് നഗരം പിന്നിലായി. നൂറ്റാണ്ടുകളായി ഈജിപ്തിന്റെ ശ്വാസമായിരുന്ന അമുൻ ദൈവത്തിന്റെ ഗോപുരങ്ങൾ തലയുയർത്തി നിന്നിരുന്ന ആ മഹാനഗരം മെല്ലെ ചക്രവാളത്തിൽ മറഞ്ഞു. നൈൽ നദിയിലൂടെ സ്വർണത്തിൽ പൊതിഞ്ഞ രാജകീയ നൗക വടക്കോട്ട് നീങ്ങുകയായിരുന്നു. ആ നൗകയുടെ അമരത്ത് മുടിക്കാറ്റിൽ പറത്തിക്കൊണ്ട് അഖ്നാറ്റൻ നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നദിക്കരയിലെ പച്ചപ്പിലായിരുന്നില്ല, മറിച്ച് ദൂരെ വന്യമായ മരുഭൂമിയിലെ ശൂന്യതയിലായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചരിത്രവും മുഴുകുകയായിരുന്നു. പഴയ ദൈവങ്ങളെയും പഴയ നിയമങ്ങളെയും പഴയ തലസ്ഥാനത്തെയും അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു. കൂടെ വരുന്നത് വിശ്വസ്തരായ കുറച്ചുപേർ മാത്രം, പിന്നെ അദ്ദേഹത്തിന്റെ പ്രാണനായ നെഫർട്ടിറ്റിയും. അവർ എങ്ങോട്ടാണ് പോകുന്നത്? കൊട്ടാരത്തിലെ വൃദ്ധരായ മന്ത്രിമാർ ചോദിച്ചു. അദ്ദേഹത്തിന് ഭ്രാന്താണ്. നല്ല വെള്ളവും തണലുമുള്ള ഈ നഗരം വിട്ട് പ്രേതങ്ങൾ പോലും താമസിക്കാൻ മടിക്കുന്ന ആ മരുഭൂമിയിലേക്ക് എന്തിലാണ് പോകുന്നത്?
പക്ഷേ അഖ്നാറ്റന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു. മനുഷ്യരാരും ഇന്നുവരെ സ്പർശിക്കാത്ത, ഒരു ദൈവത്തിനും അവകാശമില്ലാത്ത കന്യകയായ മണ്ണ്, അവിടെ മാത്രമേ തൻ്റെ പുതിയ ദൈവത്തിന് ഇരിപ്പിടമൊരുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നദി വളഞ്ഞൊഴുകുന്ന ഒരിടത്ത് അവർ എത്തി. അവിടെ കിഴക്കൻ മലനിരകൾ പെട്ടെന്ന് പിളർന്ന് ഒരു വലിയ അർദ്ധവൃത്താകൃതിയിലുള്ള സമതലം രൂപപ്പെട്ടിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ മലനിരകളിലെ വിടവിനിടയിലൂടെ രശ്മികൾ വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അഖ്നാറ്റൻ നൗക നിർത്താൻ ആജ്ഞാപിച്ചു. അദ്ദേഹം കരയിലേക്കിറങ്ങി. ചുട്ടുപൊള്ളുന്ന മണൽ, ചുറ്റും കൂറ്റൻ പാറക്കെട്ടുകൾ മാത്രം, ജീവന്റെ ഒരംശം പോലും ഇല്ലാത്ത സ്ഥലം. പക്ഷെ അവിടെ ഇറങ്ങിയ നിമിഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അദ്ദേഹം മുട്ടുകുത്തി നിന്ന് മണ്ണിൽ ചുംബിച്ചു. ഇവിടെ, അദ്ദേഹം മന്ത്രിച്ചു, ഇവിടെയാണ് അഖേതാറ്റൻ ഉയരേണ്ടത്, സൂര്യചക്രവാളത്തിന്റെ നഗരം. ആ നിമിഷം മുതൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നിർമ്മാണയജ്ഞം അവിടെ ആരംഭിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഈജിപ്തിലെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും പണിയാൻ പതിറ്റാണ്ടുകളെടുക്കും. കൂറ്റൻ കരിങ്കല്ലുകൾ വെട്ടിമിനുക്കി അടുക്കി വയ്ക്കുന്ന രീതിയായിരുന്നു അത്. എന്നാൽ അഖ്നാറ്റന് കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് ഏതോ അദൃശ്യശക്തിയാൽ നയിക്കപ്പെടുന്നതുപോലെ വേഗത്തിൽ പായുകയായിരുന്നു. അദ്ദേഹം പുതിയൊരു നിർമ്മാണ രീതി കൊണ്ടുവന്നു. തലാദത്ത് എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ കല്ലുകൾ, ഒരാൾക്ക് ചുമക്കാവുന്ന വലിപ്പം മാത്രം. ആയിരക്കണക്കിന് തൊഴിലാളികൾ രാവും പകലും പണിയെടുത്തു. മരുഭൂമിയുടെ നിശബ്ദത ഉളികളുടെയും കൂടങ്ങളുടെയും ശബ്ദം കൊണ്ട് മുറിഞ്ഞു. അത്ഭുതകരമായ വേഗത്തിൽ അവിടെ ഒരു നഗരം ഉയർന്നു തുടങ്ങി. അത് വെറുമൊരു നഗരമായിരുന്നില്ല, അതുവരെ കണ്ടിട്ടില്ലാത്ത വാസ്തുവിദ്യയായിരുന്നു അത്. പഴയ ക്ഷേത്രങ്ങളിലൊക്കെ ശ്രീകോവിൽ എപ്പോഴും ഇരുട്ടിലായിരിക്കും, കട്ടിയുള്ള മേൽക്കൂരകളും ഇടുങ്ങിയ ഇടനാഴികളും. എന്നാൽ അഖേതാറ്റമിൽ മേൽക്കൂരകൾ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങൾ ആകാശത്തേക്ക് തുറന്നു കിടക്കുന്നു, സൂര്യരശ്മികൾക്ക് തടസ്സമില്ലാതെ ഒഴുകിയിറങ്ങാൻ. എന്റെ ദൈവത്തിന് ഒളിച്ചിരിക്കാൻ ഇരുട്ടറകൾ ആവശ്യമില്ല, അഖ്നാറ്റൻ പറഞ്ഞു. അവൻ എല്ലാവർക്കും മുകളിൽ ജ്വലിച്ചു നിൽക്കുന്നവനാണ്. നഗരം പൂർത്തിയായപ്പോൾ അതൊരത്ഭുത കാഴ്ചയായിരുന്നു. വെളുത്ത ചുണ്ണാമ്പുകല്ലിൽ തീർത്ത കൊട്ടാരങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. ചുവരുകളിൽ വർണ്ണാഭമായ ചിത്രപ്പണികൾ, പൂന്തോട്ടങ്ങളിൽ കൃത്രിമ തടാകങ്ങൾ, മരുഭൂമിയുടെ നടുവിൽ ഒരു മറുപച്ച വിരിഞ്ഞതുപോലെ. പക്ഷേ ആ നഗരത്തിലെ ഏറ്റവും വലിയ അത്ഭുതവും ദുരൂഹതവും ആ നഗരം തന്നെയായിരുന്നില്ല, മറിച്ച് അവിടെ സ്ഥാപിക്കപ്പെട്ട പ്രതിമകളും ശില്പങ്ങളുമായിരുന്നു. ഈജിപ്തിലെ കല അതുവരെ നിയമങ്ങളുടെ തടവറയിലായിരുന്നു. ഫറവോമാരെ എപ്പോഴും തികഞ്ഞ കരുത്തന്മാരായി, കുറ്റമറ്റ ശരീരമുള്ളവരായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നായിരുന്നു നിയമം. എന്നാൽ അഖ്നാറ്റൻ ആ നിയമം തിരുത്തിക്കുറിച്ചു. എന്നെ ഞാനായി തന്നെ വരയ്ക്കൂ, അദ്ദേഹം ശില്പികളോട് ആജ്ഞാപിച്ചു. സത്യം മാത്രമേ നിലനിൽക്കൂ. അങ്ങനെ ലോകം ഞെട്ടലോടെ ആ രൂപങ്ങൾ കണ്ടു. കൊട്ടാരത്തിന്റെ മതിലുകളിലും ക്ഷേത്ര കവാടങ്ങളിലും പ്രത്യക്ഷപ്പെട്ട അഖ്നാറ്റന്റെ രൂപം, അത് മനുഷ്യൻ്റേതായിരുന്നില്ല. നീണ്ടു മെലിഞ്ഞ മുഖം, അസാധാരണമായി വീർത്ത വയർ, സ്ത്രീകളുടേതുപോലെയുള്ള ഇടുപ്പ്, വല്ലാതെ നീണ്ട കൈകാലുകൾ. അദ്ദേഹത്തിന്റെ തലയോട്ടി പിന്നിലേക്ക് നീണ്ട് ഒരന്യഗ്രഹത്തെ പോലെ തോന്നിപ്പിച്ചു. സാധാരണ ഒരു രാജാവ് തന്റെ വൈകല്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ അഖ്നാറ്റൻ അത് വലുതാക്കി കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്തായിരുന്നു ഇതിന്റെ അർത്ഥം? പലരും പലതും പറഞ്ഞു. അദ്ദേഹം സ്ത്രീയുമല്ല പുരുഷനുമല്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് ചിലർ പറഞ്ഞു. അതല്ല, താൻ ഭൂമിയിലെ മനുഷ്യവംശത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുകയാണെന്ന് മറ്റു ചിലർ വിശ്വസിച്ചു. ഞാൻ എല്ലാമാണ്, അദ്ദേഹം നെഫർട്ടിറ്റിയോട് പറയുമായിരുന്നു. ഞാൻ അച്ഛനും അമ്മയുമാണ്, ഞാൻ ജീവന്റെ ഉറവിടമാണ്, സൂര്യൻ പ്രകൃതിയെ വേർതിരിക്കുന്നില്ല, ഞാനും. നെഫർട്ടിറ്റി, അവളായിരുന്നു ആ സാമ്രാജ്യത്തിന്റെ ശക്തി. മറ്റേതൊരു രാജ്ഞിക്കും ലഭിക്കാത്ത പദവിയായിരുന്നു അഖ്നാറ്റൻ അവൾക്ക് നൽകിയത്. ക്ഷേത്രങ്ങളിലെ പൂജകളിൽ അവൾ അദ്ദേഹത്തോടൊപ്പം തുല്യയായി നിന്നു. ശത്രുക്കളെ വകവരുത്തുന്ന ചിത്രങ്ങളിൽ പോലും ഫറവോയ്ക്ക് പകരം നെഫർട്ടിറ്റിയെ ചിത്രീകരിച്ചു. അവരുടെ കുടുംബജീവിതം പരസ്യമായിരുന്നു. അതും അക്കാലത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. രാജാവും രാജ്ഞിയും മക്കളെ കളിപ്പിക്കുന്നതും പരസ്പരം ചുംബിക്കുന്നതും മടിയിലിരുത്തുന്നതുമായ ചിത്രങ്ങൾ നഗരത്തിൽ നിറഞ്ഞു. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെന്ന ഗൗരവമില്ലാതെ സ്നേഹിക്കുന്ന സാധാരണ മനുഷ്യരായി അവർ ജനങ്ങൾക്ക് മുന്നിലെത്തി. അവരുടെ 6 പെൺമക്കളും അച്ഛനെപ്പോലെ തന്നെ നീണ്ട തലയോട്ടിയുള്ളവരായിരുന്നു. വിചിത്രമായ ആ രൂപസാദൃശ്യം ജനിതകമായ എന്തോ പ്രത്യേകതയാണോ അതോ അവർ കൃത്രിമമായി വരുത്തിയതാണോ എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എന്നാൽ ഈ പ്രകാശത്തിന്റെ നഗരത്തിൽ നിഴലുകൾ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അഖ്നാറ്റന്റെ സ്വപ്നം സുന്ദരമായിരുന്നു,
പക്ഷേ യാഥാർത്ഥ്യം കഠിനമായിരുന്നു. നഗരനിർമ്മാണത്തിനായി കൊണ്ടുവന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ. അവരുടെ ജീവിതം നരകതുല്യമായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കല്ലുകൾ ചുമന്ന് അവരുടെ നടുവൊടിഞ്ഞു. കുടിവെള്ളം കിട്ടാതെ, ഭക്ഷണം തികയാതെ പലരും മരിച്ചു വീണു. അവരുടെ മൃതദേഹങ്ങൾ മരുഭൂമിയിലെ മണലിൽ കുഴിച്ചുമൂടി. പിന്നീട് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയ ഈ തൊഴിലാളികളുടെ അസ്ഥികൂടങ്ങളിൽ നിറയെ ഒടിവുകളും പോഷകാഹാരക്കുറവിന്റെ ലക്ഷണങ്ങളുമുണ്ടായിരുന്നു. അഖ്നാറ്റൻ ഇതൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചില്ല. അദ്ദേഹം തന്റെ ആത്മീയ ലഹരിയിലായിരുന്നു. ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യനും തന്റെ പ്രിയപ്പെട്ട നെഫർട്ടിറ്റിയും അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടില്ല. ദിവസവും രാവിലെ അദ്ദേഹം സ്വർണ്ണരഥത്തിൽ നഗരത്തിലൂടെ സഞ്ചരിക്കും. ജനങ്ങൾ അദ്ദേഹത്തെ നോക്കി കൈകൂപ്പും. പക്ഷേ ആ കണ്ണുകളിൽ ഭക്തിയായിരുന്നില്ല, ഭയമായിരുന്നു. പഴയ ദൈവങ്ങളെ ഉപേക്ഷിച്ചാൽ ശാപം കിട്ടുമെന്നവർ ഭയന്നു. മഴ പെയ്യാത്തതും കൃഷി നാശമാകുന്നതും ആമുൻ ദൈവത്തിന്റെ കോപമാണെന്ന് അവർ രഹസ്യമായി വിശ്വസിച്ചു. തീബ്സിൽ പുറത്താക്കപ്പെട്ട പുരോഹിതന്മാർ ഇരുട്ടിൽ ഒത്തുകൂടി. അവരുടെ മനസ്സിൽ പകയുടെ കനൽ എരിയുന്നുണ്ടായിരുന്നു. ഇതൊരു ഭ്രാന്തന്റെ ഭരണമാണ്, അവർ മന്ത്രിച്ചു. ഈജിപ്തിനെ അവൻ നശിപ്പിക്കും. സൂര്യൻ അസ്തമിക്കേണ്ട സമയമായി. പക്ഷേ അഖ്നാറ്റൻ അതൊന്നും വകവച്ചില്ല. അദ്ദേഹം നഗരത്തിന്റെ അതിർത്തികളിൽ വലിയ ശിലാഫലകങ്ങൾ അഥവാ ബൗണ്ടറി സ്റ്റീലെ സ്ഥാപിച്ചു. അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിവെച്ചു: ഈ അതിർത്തികൾക്കപ്പുറത്തേക്ക് ഞാൻ ഒരിക്കലും പോകില്ല. ഈ വിശുദ്ധ മണ്ണ് വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. എന്റെ പിതാവായ ആറ്റൻ എനിക്കായി കാണിച്ചു തന്ന സ്ഥലമാണിത്. ഇവിടെ ഈ മണലിൽ തന്നെ ഞാൻ ജീവിക്കും, ഇവിടെ തന്നെ മരിക്കും. കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ ആ നിലവിളി പാഞ്ഞുപോയി. അത് ഒരു രാജകുമാരിയുടെ വേദനയായിരുന്നില്ല, മറിച്ച് ഒരമ്മയുടെ ഹൃദയം പിളരുന്ന വിലാപമായിരുന്നു. മെക്കേതാറ്റൻ, അഖ്നാറ്റന്റെയും നെഫർട്ടിറ്റിയുടെയും രണ്ടാമത്തെ മകൾ. അവൾ പോയിരിക്കുന്നു. ഈജിപ്തിലെ ഫറവോമാർ ഒരിക്കലും തങ്ങളുടെ ദുഃഖം പുറത്തു കാണിക്കാറില്ല. അവർ ദൈവങ്ങളാണ്. ദൈവങ്ങൾക്ക് കരയാൻ അവകാശമില്ല. അവർ എപ്പോഴും നിർവികാരരായി, അതീതരായി നിൽക്കണം എന്നതായിരുന്നു നിയമം. എന്നാൽ അഖേതാറ്റൻ നഗരത്തിലെ ആ രാജകീയ മുറിയിൽ കണ്ട കാഴ്ച ചരിത്രത്തിൽ മറ്റൊരു രാജാവും കാണിക്കാത്തതായിരുന്നു. അഖ്നാറ്റൻ എന്ന ദൈവപുത്രൻ തന്റെ മകളുടെ തണുത്ത ശരീരത്തിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു. നെഫർട്ടിറ്റി, ആ ലോകസുന്ദരി, മുടിയഴിച്ചിട്ട് നിലത്തിരുന്ന് മാറത്തടിച്ചു കരഞ്ഞു. അഖ്നാറ്റൻ അവിടെ ചേർത്തുപിടിച്ചു. അവരുടെ കണ്ണുനീർ ഒരേപോലെ ആ മുറിയിലെ തറയിൽ വീണു. സൂര്യദേവനായ ആറ്റൻ തന്റെ പ്രിയപ്പെട്ട ഭക്തന്റെ മകളെ രക്ഷിക്കാൻ വന്നില്ല. മരുഭൂമിയുടെ നടുവിൽ പടുത്തുയർത്തിയ ആ സ്വർഗത്തിലേക്ക് മരണം കറുത്ത ചിറകുകളുമായി പറന്നിറങ്ങിയിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം രംഗങ്ങൾ രാജകൊട്ടാരത്തിന്റെ രഹസ്യമായിരിക്കും. എന്നാൽ അഖ്നാറ്റൻ അതും മാറ്റിമറിച്ചു. തന്റെ മകളുടെ മരണവും തങ്ങൾ അനുഭവിക്കുന്ന തീവ്രമായ ദുഃഖവും ശില്പങ്ങളിൽ കൊത്തിവയ്ക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഇന്നും ആ നഗരത്തിന്റെ അവശിഷ്ടങ്ങളിൽ ആ ശില്പങ്ങളുണ്ട്. മരിച്ചുകിടക്കുന്ന മകൾക്കരികെ കൈകളിൽ തലതാങ്ങി പൊട്ടിക്കരയുന്ന രാജാവും രാജ്ഞിയും. ഒരർത്ഥത്തിൽ അദ്ദേഹം തന്റെ മാനുഷികമായ നിസ്സഹായത ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയായിരുന്നു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. മരണം ആ നഗരത്തെ വലം വയ്ക്കാൻ തുടങ്ങിയിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ആ സമയത്ത് ഈജിപ്തിലുടനീളം ഒരു മഹാമാരി, പ്ലേഗ്, പടർന്നു പിടിച്ചിരുന്നുവെന്നാണ്. അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന കച്ചവടക്കാരിലൂടെയോ യുദ്ധത്തടവുകാരിലൂടെയോ ആവാം ആ രോഗമെത്തിയത്. അഖ്നാറ്റൻ വിശ്വസിച്ചത് തന്റെ വിശുദ്ധ നഗരമായ അഖേതാറ്റനിൽ തിന്മകൾക്ക് പ്രവേശിക്കാനാവില്ലെന്നാണ്. എന്നാൽ രോഗാണുക്കൾക്ക് രാജാവിന്റെ അതിർത്തിക്കല്ലുകൾ ബാധകമായിരുന്നില്ല. നഗരത്തിലെ തൊഴിലാളികൾക്കിടയിൽ പനി പടർന്നു. കുഴിച്ചുമൂടാൻ പോലും ആളില്ലാതെ മൃതദേഹങ്ങൾ മരുഭൂമിയിൽ കിടന്നു. ഇത് പഴയ ദൈവങ്ങളുടെ ശാപമാണ്. ജനങ്ങൾ രഹസ്യമായി മന്ത്രിച്ചു, അമൂൻ ദൈവത്തെ ഉപേക്ഷിച്ചതിനുള്ള ശിക്ഷ. പക്ഷേ അഖ്നാറ്റൻ ഇതൊന്നും കേട്ടില്ല. മകളുടെ മരണം അദ്ദേഹത്തെ കൂടുതൽ ഏകാഗിയാക്കി. അദ്ദേഹം കൂടുതൽ സമയവും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ചിലവഴിച്ചു. സൂര്യനിലേക്ക് നോക്കി അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്തുകൊണ്ട്? ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണല്ലോ ജീവിക്കുന്നത്. എന്നിട്ടും നീ എന്നെ കൈവിട്ടോ? അദ്ദേഹത്തിന്റെ ഭക്തി ഭ്രാന്തിന്റെ വക്കോളമെത്തിയിരുന്നു. ഈ സമയത്താണ് കൊട്ടാരത്തിലെ രേഖാശേഖരത്തിൽ കളിമൺ ഫലകങ്ങൾ കുന്നുകൂടാൻ തുടങ്ങിയത്. ചരിത്രത്തിൽ അമർനാ കത്തുകൾ എന്നറിയപ്പെടുന്ന രേഖകൾ. ഈജിപ്തിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ചെറിയ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ അയച്ച സഹായാഭ്യർത്ഥനകളായിരുന്നു അവ. സിറിയയിൽ നിന്നും പാലസ്തീനിൽ നിന്നും ദൂതന്മാർ ഓടിക്കിതച്ചെത്തി. മഹാനായ ഫറവോ,
ഞങ്ങളെ രക്ഷിക്കൂ. വടക്ക് നിന്ന് ഹിറ്റൈറ്റുകൾ ആക്രമിക്കുന്നു. അവർ ഞങ്ങളുടെ നഗരങ്ങൾ ചുട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കുന്നു. അങ്ങയുടെ സൈന്യത്തെ അയക്കൂ, അല്ലെങ്കിൽ ഒരൽപ്പം സ്വർണമെങ്കിലും അയക്കൂ. എനിക്ക് കൂലിപ്പട്ടാളത്തെ വിളിക്കാനാണ്. അഖ്നാറ്റൻ ആ കത്തുകൾ വായിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നും ചെയ്തില്ല. സൈനിക ജനറൽമാർ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് തൊഴുതു നിന്നു. പ്രഭോ, ഒരൊറ്റ ഉത്തരവ് മതി. നമ്മുടെ രഥപ്പട ശത്രുക്കളെ തകർത്തെറിയും. ഈജിപ്തിന്റെ മാനം കാക്കാൻ ഞങ്ങളെ അനുവദിക്കൂ. പക്ഷേ അഖ്നാറ്റൻ തലകുലുക്കി. വേണ്ട, യുദ്ധം അരുട്ടാണ്. രക്തം ചിന്തുന്നത് ആറ്റനിഷ്ടമല്ല. സമാധാനമാണ് എന്റെ മതം. ഒരു ചക്രവർത്തി എന്ന നിലയിൽ അത് വലിയൊരു പരാജയമായിരുന്നു. ഈജിപ്ത് നൂറ്റാണ്ടുകളായി നേടിവെച്ചതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. സമാധാനം ആഗ്രഹിച്ച ആ മനുഷ്യൻ തന്റെ അദൈത്യയം കൊണ്ട് ആയിരക്കണക്കിന് നിരപരാധികളുടെ മരണത്തിന് കാരണക്കാരനായി. ദൂരെയുള്ള നഗരങ്ങൾ കത്തിയെരിയുമ്പോൾ അഖ്നാറ്റൻ തന്റെ മരുഭൂമിയിലെ കൊട്ടാരത്തിലിരുന്ന് സൂര്യനെ സ്തുതിക്കുന്ന കവിതകൾ എഴുതുകയായിരുന്നു. ക്രമേണ ആ കൊട്ടാരത്തിനുള്ളിലെ വെളിച്ചവും മങ്ങിത്തുടങ്ങി. അഖ്നാറ്റന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായിരുന്ന നെഫർട്ടിറ്റി അവൾ അകന്നു തുടങ്ങി. മകളുടെ മരണത്തിനു ശേഷം നെഫർട്ടിറ്റിയുടെ പേര് ചരിത്രരേഖകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതായി കാണാം. എന്താണ് സംഭവിച്ചത്? അവളും ആ മഹാമാരിയിൽ മരിച്ചോ? അതോ ഭ്രാന്തമായ ഭക്തിയിൽ മുങ്ങിപ്പോയ ഭർത്താവിനെ അവൾ ഉപേക്ഷിച്ചോ? ചില ചരിത്രകാരന്മാർ പറയുന്നത് അവൾ മരിച്ചില്ല, മറിച്ച് അവൾ അഖ്നാറ്റനിൽ നിന്ന് അകന്നുമാറി വടക്കൻ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിയെന്നാണ്. ഒരുപക്ഷെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം തങ്ങൾ പടുത്തുയർത്തിയ ഈ സ്വപ്നലോകം തകരാൻ പോകുകയാണെന്ന്. രാജ്യത്തിന്റെ അതിർത്തികൾ കത്തുമ്പോഴും കണ്ണടച്ചിരിക്കുന്ന ഭർത്താവിനെ കാണുമ്പോൾ ആ ബുദ്ധിയുള്ള സ്ത്രീക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്കിടയിലെ പ്രണയം മരുഭൂമിയിലെ മണൽക്കാറ്റിൽ പെട്ടതുപോലെ മങ്ങാൻ തുടങ്ങി. നെഫർട്ടിറ്റി ഇല്ലാതായതോടെ അഖ്നാറ്റൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടുതൽ വിചിത്രമായി. പഴയ ദൈവമായ അമൂനിന്റെ പേരെവിടെ കണ്ടാലും, അത് ക്ഷേത്രങ്ങളിലായാലും ശവകുടീരങ്ങളിലായാലും, എന്തിനധികം സ്വന്തം പിതാവിന്റെ അമൻഹോട്ടപ്പ് മൂന്നാമന്റെ പേരിൽ ചേർന്നതാണെങ്കിൽ പോലും അത് വെട്ടിമാറ്റാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഈജിപ്തിലുടനീളം ഉളികൾ ശബ്ദിച്ചു. അതൊരു പ്രതികാരമായിരുന്നു. തന്റെ മകളെ രക്ഷിക്കാത്ത, തന്റെ രാജ്യത്തെ രക്ഷിക്കാത്ത പഴയ വിശ്വാസങ്ങളോടുള്ള പക. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, വിനാശകാലേ വിപരീത ബുദ്ധിയെന്ന്? അതുപോലെയായിരുന്നു കാര്യങ്ങൾ. അഖ്നാറ്റൻ തന്റെ വിശ്വസ്തരെ പോലും സംശയിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിൽ ഗൂഢാലോചനകൾ നടക്കുന്നതായി അദ്ദേഹം ഭയന്നു. അദ്ദേഹം ആരെയും വിശ്വസിച്ചില്ല, ഒരുപക്ഷെ ആകാശത്തുള്ള ആ സൂര്യഗോളത്തെ മാത്രം. അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. ആ വിചിത്രമായ ശരീരം, വീർത്ത വയറും മെലിഞ്ഞ കാലുകളും കൂടുതൽ ക്ഷീണികമായി. കണ്ണുകൾ കുഴിഞ്ഞു. എങ്കിലും എല്ലാ ദിവസവും അദ്ദേഹം തന്റെ രഥത്തിൽ നഗരപ്രദക്ഷിണം നടത്തി. താൻ നിർമ്മിച്ച നഗരം, പക്ഷെ ഇപ്പോഴവിടെ സന്തോഷമില്ല. ജനങ്ങൾ പട്ടിണിയിലാണ്. വെള്ളം കിട്ടുന്നില്ല. പ്രാർത്ഥനകൾക്ക് ഫലമില്ല. വഴിയിൽ നിൽക്കുന്ന ജനങ്ങൾ കൈകൂപ്പുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ വെറുപ്പായിരുന്നു. ഈ പാഷാണം പിടിച്ച രാജാവ് എപ്പോഴാണ് മരിക്കുക എന്നവർ മനസ്സിൽ ചോദിച്ചു. അവസാന നാളുകളിൽ അഖ്നാറ്റൻ ആ വലിയ കൊട്ടാരത്തിൽ ഒരു പ്രേതത്തെപ്പോലെ അലഞ്ഞുതിരിഞ്ഞു. രാത്രികളിൽ അദ്ദേഹം ഉറങ്ങിയില്ല. മട്ടുപ്പാവിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കി അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിച്ചു. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? എന്റെ ദൗത്യം പരാജയപ്പെട്ടോ എന്നാണോ? അതോ എന്നെ തിരികെ വിളിക്കൂ, ഈ ഭൂമി എനിക്ക് പറ്റിയ സ്ഥലമല്ല എന്നാണോ? അവിടെ ആ തണുത്ത മരുഭൂമിയുടെ രാത്രിയിൽ നക്ഷത്രങ്ങൾ മിന്നിത്തെളിയുമ്പോൾ അഖ്നാറ്റൻ എന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ആ അന്യഗ്രഹജീവി, തന്റെ അവസാനത്തെ സത്യം തിരിച്ചറിയുകയായിരുന്നു. അധികാരം, സമ്പത്ത്, പ്രണയം, മതം എല്ലാം മണലിൽ വരച്ച വരകളാണ്. ഒരു കാറ്റ് വന്നാൽ മാഞ്ഞുപോകുന്നവ. ഭരണത്തിന്റെ 17-ാം വർഷം. ഒരു പ്രഭാതത്തിൽ സൂര്യനുദിച്ചു. പതിവുപോലെ അഖേദാറ്റൻ നഗരം സ്വർണ്ണനിറത്തിൽ കുളിച്ചു നിൽക്കുന്നു. പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് അനക്കങ്ങളൊന്നും കേൾക്കുന്നില്ല. ക്ഷേത്രത്തിൽ പൂജയ്ക്ക് രാജാവ് എത്തിയിട്ടില്ല. ഭടന്മാർ രാജകീയ അറയുടെ വാതിൽ തുറന്നു. അവിടെ തന്റെ വിചിത്രമായ രൂപവുമായി അഖ്നാറ്റൻ കിടന്നിരുന്നു, അനക്കമില്ലാതെ. സൂര്യന്റെ പുത്രൻ സൂര്യനിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ മരണം ഒന്നിന്റെയും അവസാനമായിരുന്നില്ല. യഥാർത്ഥ നാടകം അവിടെ തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരം മമ്മിയാക്കുമോ? ആര് സിംഹാസനമേൽക്കും? ഏറ്റവും പ്രധാനമായി, അദ്ദേഹം ഇത്രയും കാലം അടിച്ചമർത്തി വച്ചിരുന്ന ആ പഴയ ദൈവങ്ങളുടെ പുരോഹിതന്മാർ, അവർ തിരിച്ചുവരാൻ തയ്യാറെടുത്തു നിൽക്കുകയായിരുന്നു.
അടക്കിപ്പിടിക്കപ്പെട്ട പകയുടെ അണക്കെട്ട് പൊട്ടാൻ പോകുകയാണ്. അഖ്നാറ്റൻ മരിച്ചു. ആ വാർത്ത കാട്ടുതീ പോലെയാണ് പരന്നത്. കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ നിന്ന് അത് നഗരത്തിലെ തെരുവുകളിലേക്കും അവിടെ നിന്ന് നൈൽ നദിയുടെ ഓളങ്ങളിലേക്കും ഒടുവിൽ ദൂരെ തീബ്സിലെ ഇരുട്ടുമുറികളിൽ കാത്തിരുന്ന പുരോഹിതന്മാരുടെ ചെവിയിലേക്കുമെത്തി. പക്ഷേ ആ മരണം ഒരു വലിയ ശൂന്യതയാണ് ബാക്കിയാക്കിയത്. സൂര്യൻ അസ്തമിച്ചു, പക്ഷെ അടുത്ത സൂര്യൻ ഉദിച്ചിട്ടില്ല. ആരാണിനി ഈജിപ്തിനെ നയിക്കുക? കൊട്ടാരത്തിലെ മരണവീട് എന്ന സ്ഥലം അതീവ ജാഗ്രതയിലായിരുന്നു. സാധാരണ ഒരു ഫറവോ മരിച്ചാൽ ആത്മാവിനെ പരലോകത്തേക്ക് നയിക്കാൻ ഒസിരിസ് ദൈവത്തിന്റെയും അനുബിസ് ദൈവത്തിന്റെയും മന്ത്രങ്ങളാണ് ചൊല്ലുക. പക്ഷേ ജീവിതകാലം മുഴുവൻ ആ ദൈവങ്ങളെ വെറുത്തിരുന്ന അവരുടെ ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടിയ അഖ്നാട്ടന്റെ ശരീരത്തോട് എന്തു ചെയ്യണം? അവിടെയുണ്ടായിരുന്ന പ്രധാന പുരോഹിതന്മാർ ധർമ്മസങ്കടത്തിലായി. പഴയ രീതിയിൽ മന്ത്രങ്ങൾ ചൊല്ലിയാൽ അത് മരിച്ച രാജാവിനോടുള്ള ചതിയാകും. ചൊല്ലിയില്ലെങ്കിലോ രാജാവിന്റെ ആത്മാവ് വഴികിട്ടാതെ പ്രേതമായി കൊട്ടാരത്തിൽ അലഞ്ഞുതിരിയുമെന്നവർ ഭയന്നു. ഒടുവിൽ ഭയത്താൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവർ പഴയ ദൈവങ്ങളുടെ പേരുകൾ രഹസ്യമായി മന്ത്രിച്ചുകൊണ്ട് ആ ശരീരം തുണികളിൽ പൊതിഞ്ഞു. ആരും കേൾക്കാതെ അനുബിസിനോടവർ മാപ്പിരന്നു. അഖ്നാറ്റനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നഗരത്തിന് കിഴക്കുള്ള മലനിരകളിലെ കല്ലറയിലടക്കി. മറ്റുള്ള ഫറവോമാരുടെ ശവകുടീരങ്ങളിൽ സ്വർണവും രത്നങ്ങളും നിറയ്ക്കുമ്പോൾ അഖ്നാറ്റന്റെ കൂടെ പോയത് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. പിന്നീട് ഈ ശവകുടീരം തകർക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. അടുത്തതാരാണ്? ചരിത്രം ഇവിടെ അല്പം മങ്ങുന്നു. നിഴലുകൾക്കിടയിൽ ഒരു രൂപം തെളിയുന്നു. സ്മെൻഖക്കരെ. ആരായിരുന്നു അത്? അഖ്നാറ്റന്റെ ഇളയ സഹോദരനാണോ? അതോ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പുരുഷവേഷം കെട്ടി ഭരണമേറ്റെടുത്ത നെഫർതിട്ടി തന്നെയായിരുന്നു? കൃത്യമായ ഉത്തരം മണലിൽ മാഞ്ഞുപോയിരിക്കുന്നു. പക്ഷേ ആ ഭരണം അധികകാലം നീണ്ടുനിന്നില്ല. മാസങ്ങൾക്കുള്ളിൽ ആ പേരും ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. അവസാനം വിധിയുടെ നുകം വന്നു വീണത് 9 വയസ്സു മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ചുമലിലായിരുന്നു. തുട്ടൻകാറ്റൻ. അവൻ അഖ്നാറ്റന്റെ മകനായിരുന്നു. പക്ഷേ അമ്മ നെഫർതിറ്റിയല്ല, കിയ എന്ന മറ്റൊരു ഭാര്യയാണെന്ന് കരുതപ്പെടുന്നു. വെറും 9 വയസ്സ്. പാവകളുമായി കളിച്ചു നടക്കേണ്ട പ്രായം. ലോകം മുഴുവൻ വെറുക്കുന്ന മതനിഷേധിയായ ഒരച്ഛന്റെ മകൻ എന്ന ഭാരം ആ കുഞ്ഞു തോളുകളിലുണ്ടായിരുന്നു. അവന്റെ കിരീടധാരണ ചടങ്ങ് അഖേതാറ്റൻ നഗരത്തിൽ വെച്ച് നടന്നു. പക്ഷെ അന്തരീക്ഷം മാറിമറിഞ്ഞിരുന്നു. അഖ്നാറ്റൻ ഉണ്ടായിരുന്നപ്പോൾ സൂര്യന്റെ തേജസ്സായിരുന്നെങ്കിൽ ഇപ്പോൾ കൊട്ടാരത്തിൽ നിറയെ കഴുകന്മാരുടെ കണ്ണുകളുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. പ്രധാനമായും 2 പേർ. ഒന്ന് ആയ് എന്ന വൃദ്ധനായ മന്ത്രി, 2 ഹൊറേംഹെദ് എന്ന സൈനിക തലവൻ. ഈ കൊച്ചുകുട്ടിയെ സിംഹാസനത്തിലിരുത്തി പിന്നിൽ നിന്ന് ചരട് വലിച്ചത് ഇവർ 2 പേരുമായിരുന്നു. അവർക്ക് വ്യക്തമായ പദ്ധതികളുണ്ടായിരുന്നു. അഖ്നാറ്റൻ വരുത്തിവെച്ച കേടുപാടുകൾ തീർക്കുക, ഈജിപ്തിനെ പഴയ വഴിയിൽ കൊണ്ടുവരിക. അവർ ആ കുഞ്ഞിനോട് പറഞ്ഞു, പ്രഭോ, നോക്കൂ, രാജ്യം നശിച്ചിരിക്കുന്നു. മഴ പെയ്യുന്നില്ല, കൃഷി നടക്കുന്നില്ല, ജനങ്ങൾ പട്ടിണിയിലാണ്. ഇതെല്ലാം അമുൺ ദൈവത്തിന്റെ കോപമാണ്. അങ്ങയുടെ പിതാവ് ദൈവങ്ങളെ പിണക്കി. നമ്മളത് തിരുത്തണം. ആ കുട്ടിക്ക് എന്തു ചെയ്യാനാകും? അവൻ തലകുലുക്കി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് ആരംഭിച്ചു. ആദ്യം മെല്ലെ മെല്ലെ പഴയ ക്ഷേത്രങ്ങൾ തുറക്കാൻ ഉത്തരവിട്ടു. പുടിപിടിച്ചു കിടന്ന അമുൺ ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ വൃത്തിയാക്കി. പുരോഹിതന്മാർ തിരികെ വന്നു. പിന്നീട് ഏറ്റവും ക്രൂരമായ തീരുമാനം വന്നു: അഖ്നാറ്റന്റെ നഗരം ഉപേക്ഷിക്കുക. ചിന്തിച്ചു നോക്കൂ, വെറും 15 വർഷം മുൻപ് മരുഭൂമിയിൽ അത്ഭുതം പോലെ വിരിഞ്ഞൊരു നഗരം, ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കൊട്ടാരങ്ങളും തടാകങ്ങളും ക്ഷേത്രങ്ങളുമുള്ള മഹാനഗരം, അത് ഉപേക്ഷിക്കാൻ പോകുകയാണ്. രാജകീയ വിളംബരം വന്നു: നമ്മൾ തിരികെ പോകുന്നു തീബ്സിലേക്ക്, പഴയ തലസ്ഥാനത്തേക്ക്. ഈ നഗരം ശപിക്കപ്പെട്ടതാണ്. ആ ദിവസങ്ങളിലെ അഖേതാറ്റൻ നഗരത്തിന്റെ അവസ്ഥ എന്തായിരിക്കണം? നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രളയം വരുമ്പോൾ വീടുപേക്ഷിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതിനേക്കാൾ ദയനീയമായിരുന്നു അത്. തൊഴിലാളികൾ തങ്ങൾ കഷ്ടപ്പെട്ടു പണിത വീടുകൾ ഉപേക്ഷിച്ചു. പാത്രങ്ങളും ഫർണിച്ചറുകളും ഭാരമുള്ളതെല്ലാം അവിടെ തന്നെ ഇട്ടു. കൊണ്ടുപോകാൻ കഴിയുന്നത് മാത്രം ഭാണ്ഡ്യത്തിലാക്കി അവർ നദിയിലേക്ക് നടന്നു. കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. അവർ ജനിച്ചതും വളർന്നതും ഈ മണ്ണിലാണ്. അവർക്ക് തീബ്സ് അറിയില്ല. കൊട്ടാരത്തിലെ തിരക്കൊന്ന് കാണേണ്ടതായിരുന്നു. അഖ്നാറ്റന്റെ സ്വപ്നമായിരുന്ന വലിയ ക്ഷേത്രങ്ങൾ, അവിടെ കത്തിച്ചിരുന്ന കെടാവിളക്കുകൾ അണച്ചു. പുരോഹിതന്മാർ പടിയിറങ്ങി. രാജകുടുംബം നൗകകളിൽ കയറി. അവസാനത്തെ വഞ്ചിയും കരവിട്ടപ്പോൾ അഖേതാറ്റൻ നഗരം തനിച്ചായി. നിശബ്ദത, മരണതുല്യമായ നിശബ്ദത. വീടുകളുടെ വാതിലുകൾ കാറ്റിൽ ആടുന്നുണ്ടായിരുന്നു. തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിടന്നു കാണാം. പാതി വേവിച്ച ഭക്ഷണം
അടുപ്പുകളിൽ കരിഞ്ഞുപോയിട്ടുണ്ടാവാം. വളർത്തുമൃഗങ്ങൾ ഉടമസ്ഥരെ കാണാതെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു. മരുഭൂമി കാത്തിരിക്കുകയായിരുന്നു മനുഷ്യരുടെ ബഹളമൊന്നടങ്ങാൻ. മെല്ലെ മെല്ലെ കാറ്റു വീശാൻ തുടങ്ങി. മണൽത്തരികൾ നഗരത്തിലേക്ക് ഇരച്ചുകയറി. വീടുകൾക്കുള്ളിലും കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിലും മണൽ നിറഞ്ഞു തുടങ്ങി. മനോഹരമായി വരച്ച ചുവർ ചിത്രങ്ങൾക്ക് മുകളിൽ പൊടിപടലങ്ങൾ ഒരാവരണം തീർത്തു. ആ നഗരം മരിക്കുകയായിരുന്നു. അല്ല, അതിനെ കൊന്നതാണ്. നൗകയിൽ തീബ്സിലേക്ക് പോകുന്ന വഴിയിൽ ആ കുഞ്ഞു രാജാവിൻ്റെ പേര് അവർ മാറ്റി. ഇനി മുതൽ അവൻ ടുറ്റൻകാറ്റൻ, ആറ്റൻ്റെ രൂപം അല്ല, പകരം ടുറ്റൻകാമുൻ, അമുൻ ദൈവത്തിൻ്റെ രൂപം. പേര് മാറ്റിയതോടെ അഖ്നാറ്റൻ്റെ ഓർമ്മകളെ മായ്ച്ചു കളയാനുള്ള ശ്രമം ഔദ്യോഗികമായി തുടങ്ങി. സൂര്യദേവനായ ആറ്റൻ്റെ പേര് ഉച്ചരിക്കുന്നത് പോലും കുറ്റകരമായി മാറി. തീബ്സിലെത്തിയ ടുറ്റൻകാമുനെ ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. അവർക്കവൻ രക്ഷകനായിരുന്നു, പഴയ ദൈവങ്ങളെ തിരികെ തന്നവൻ. ഉത്സവാഘോഷങ്ങൾ തിരികെ വന്നു, മണികൾ മുഴങ്ങി. പക്ഷേ ആ കൊട്ടാരത്തിൽ ആ കുട്ടി സുരക്ഷിതനായിരുന്നില്ല. അവൻ്റെ പിതാവിൻ്റെ പാപങ്ങളുടെ നിഴൽ അവന് വിട്ടുപോയിരുന്നില്ല. അവനും ശാരീരികമായി ദുർബലനായിരുന്നു. നടക്കുമ്പോൾ ഒരു വടി കുത്തണമായിരുന്നു. ടുറ്റൻകാമുൻ്റെ ശവകുടീരത്തിൽ നിന്ന് 100-ലധികം ഊന്നുവടികൾ കണ്ടെത്തിയിട്ടുണ്ട്. അവനും അഖ്നാറ്റിനെ പോലെ നീണ്ട തലയോടിയും രോഗബാധിതമായ ശരീരവുമുണ്ടായിരുന്നു. പിതാവ് വരുത്തിവെച്ച വിനകൾ തീർക്കാൻ ആ കുട്ടി പാടുപെട്ടു. പക്ഷെ വിധിയുടെ പുസ്തകത്തിൽ അവനും അധികം താളുകൾ ബാക്കിയുണ്ടായിരുന്നില്ല. തൻ്റെ 19-ാം വയസ്സിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ടുറ്റൻകാമുൻ മരിച്ചു. അവൻ്റെ മരണം സ്വാഭാവികമായെന്നോ അതോ അധികാരം പൂർണ്ണമായി പിടിച്ചെടുക്കാൻ മന്ത്രിയായിരുന്ന ആയി കൊലപ്പെടുത്തിയതാണോ? അവൻ്റെ തലയോട്ടിയിൽ കണ്ട ദ്വാരം ഒരു കൊലപാതകത്തിൻ്റെ തെളിവാണോ അതോ മമ്മിയാക്കുമ്പോൾ സംഭവിച്ചതാണോ? ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. എന്തായാലും ടുറ്റൻകാമുൻ്റെ മരണത്തോടെ അഖ്നാറ്റൻ്റെ രക്തപരമ്പര അവസാനിച്ചു. ഇനി ആ സിംഹാസനത്തിൽ ഇരിക്കാൻ രാജകീയ രക്തമുള്ള ആരും അവശേഷിക്കുന്നില്ല. ഇനി നടക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതികാരമാണ്. അഖ്നാറ്റൻ എന്ന പേര് മനുഷ്യരാശിയുടെ ഓർമ്മയിൽ നിന്ന് എന്നേക്കുമായി ചുരണ്ടി മാറ്റാനുള്ള ശ്രമം. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട അഖേത്താറ്റൻ നഗരത്തിലേക്ക് കൂടങ്ങളും ഉളികളുമായി ഒരുപറ്റം ആളുകൾ യാത്ര തിരിച്ചു. അവരുടെ ലക്ഷ്യം നിർമ്മാണമായിരുന്നില്ല, നാശമായിരുന്നു. കല്ലിൽ കൊത്തിയ ഓരോ അഖ്നാറ്റൻ രൂപവും ഓരോ സൂര്യചക്രവും തകർക്കുക. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കഥ കഴിയും. പക്ഷേ ഒരു പേര് മരിക്കണമെങ്കിൽ അത് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയണം. അതിനുള്ള ക്രൂരമായ വേട്ടയാടലായിരുന്നു പിന്നീട് നടന്നത്. ടുട്ടാങ്കാമുൻ എന്ന 19-കാരൻ രാജാവ് മണ്ണോട് ചേർന്നു. രാജാക്കന്മാരുടെ താഴ്വരയിലെ വാലി ഓഫ് ദ കിങ്സ് ചെറിയൊരു കല്ലറിയിൽ ധൃതി പിടിച്ചൊരുക്കിയ ശവകുടീരത്തിൽ അവനെ അവർ ഉറക്കി. ആ കല്ലറയുടെ വാതിലടഞ്ഞതോടെ പുറത്ത് ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് വലിയൊരു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങുകയായിരുന്നു. അവിടെ ആ വലിയ കൊട്ടാരത്തിൽ ഏകയായി ഒരു സ്ത്രീ ബാക്കിയായി. അംഗെസെനാമുൻ, അഖ്നാറ്റന്റെയും നെഫർട്ടിറ്റിയുടെയും 3ാമത്തെ മകൾ. സ്വന്തം അച്ഛൻ്റെ മതവിപ്ലവവും സഹോദരിമാരുടെ മരണവും ഒടുവിൽ ബാലനായ ഭർത്താവിൻ്റെ അന്ത്യവും കണ്ട് തളർന്നവൾ. ഇപ്പോൾ അവൾക്ക് ചുറ്റും ചെന്നായ്ക്കൾ വട്ടം ചുറ്റുകയാണ്. സിംഹാസനം പിടിച്ചെടുക്കാൻ വൃദ്ധനായ മന്ത്രി ആയി കാത്തുനിൽക്കുന്നു. ഈജിപ്തിലെ നിയമപ്രകാരം രാജാവിൻ്റെ വിധവയെ വിവാഹം കഴിക്കുന്നയാൾക്ക് അടുത്ത ഫറവോ ആകാം. സ്വന്തം മുത്തച്ഛൻ്റെ പ്രായമുള്ള ആ മനുഷ്യനെ വിവാഹം കഴിക്കാൻ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഭയചകിതയായ ആ പെൺകുട്ടി ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു നീക്കം നടത്തി. ഈജിപ്തിൻ്റെ ബദ്ധശത്രുക്കളായ ഹിറ്റൈറ്റുകൾക്ക് അവൾ ഒരു കത്തയച്ചു. ഇന്നും തുർക്കിയിലെ പുരാതന അവശിഷ്ടങ്ങളിൽ നിന്ന് ആ കത്ത് കണ്ടെടുത്തിട്ടുണ്ട്. അവളുടെ വാക്കുകളിൽ മരണഭയം നിഴലിച്ചിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് മക്കളില്ല. അങ്ങേക്ക് ധാരാളം ആൺമക്കളുണ്ടല്ലോ, അതിലൊരാളെ എനിക്ക് ഭർത്താവായി നൽകുമോ? ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ഭൃത്യനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ മകനെ അയക്കൂ, അവൻ ഈജിപ്തിൻ്റെ രാജാവാകും. ശത്രുരാജ്യത്തെ രാജാവ് ഞെട്ടിപ്പോയി. ഈജിപ്തിലെ രാജ്ഞി ശത്രുവിനെ രാജാവാക്കാൻ വിളിക്കുന്നുവോ? ആദ്യം അവരത് വിശ്വസിച്ചില്ല. പക്ഷേ അവളുടെ 2ാമത്തെ കത്ത് വന്നതോടെ ഹിറ്റൈറ്റ് രാജാവ് തൻ്റെ മകനായ സന്നൻസ രാജകുമാരനെ ഈജിപ്തിലേക്ക് അയച്ചു. പക്ഷേ ആ രാജകുമാരൻ ഒരിക്കലും കൊട്ടാരത്തിലെത്തിയില്ല. ഈജിപ്തിൻ്റെ അതിർത്തിയിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ ആ യുവാവ് കൊല്ലപ്പെട്ടു.
ആരാണത് ചെയ്തത്? സംശയം വേണ്ട, സിംഹാസനം മോഹിച്ചു നടന്നവർ തന്നെ. അതോടെ അംഗ്യസേനാമുഖ്യ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. അവൾക്കെന്ത് സംഭവിച്ചു? ചരിത്രം അവിടെ മൗനം പാലിക്കുന്നു. ഒരുപക്ഷെ അവൾ നിർബന്ധിതമായി വിവാഹം കഴിക്കപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായി കൊല ചെയ്യപ്പെട്ടിരിക്കാം. അതോടെ അഖ്നാറ്റന്റെ രക്തത്തിൽ പിറന്ന അവസാന കണ്ണിയും അറുത്തുമാറ്റപ്പെട്ടു. ഇനി തടസ്സങ്ങളില്ല. മന്ത്രിയായിരുന്ന ആയി കുറച്ചുകാലം ഭരിച്ചു. അദ്ദേഹത്തിന് ശേഷം സൈനിക ജനറലായിരുന്ന ഹോരംഹെബ് അധികാരമേറ്റു. അതോടെയാണ് ഓർമ്മകളെ കൊല ചെയ്യുന്ന മഹായാഗത്തിന് തുടക്കം കുറിച്ചത്. ഹോരംഹെബ് ഒരു തികഞ്ഞ പട്ടാളക്കാരനായിരുന്നു. അച്ചടക്കവും ചിട്ടയും ആഗ്രഹിക്കുന്നവൻ. അഖ്നാറ്റൻ എന്ന പേര് തന്നെ ഈജിപ്തിലെ ക്രമസമാധാനത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ പേരു മായ്ച്ചു കളയുക, ആ നഗരം തകർക്കുക, സൂര്യദേവനായ ആറ്റന്റെ ക്ഷേത്രങ്ങൾ മണ്ണാട് ചേർക്കുക. മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട അഖേദാറ്റൻ നഗരത്തിലേക്ക് രാജകീയ പടയാളികൾ ഇറച്ചിക്കയറി. ആ നഗരം അപ്പോഴും ഒരു പ്രേതനഗരമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർ ആദ്യം ചെയ്തത് ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും തകർക്കുക എന്നതായിരുന്നു. സാധാരണ കെട്ടിടങ്ങൾ പൊളിക്കുന്നതുപോലെയല്ല അവരത് ചെയ്തത്. കടുത്ത പകയോടെയായിരുന്നു. അഖ്നാറ്റന്റെ പേര് കൊത്തിവെച്ച ഓരോ കല്ലും അവർ ഉളികൊണ്ട് കൊത്തിമായ്ച്ചു. നെഫർട്ടിറ്റിയുടെ സുന്ദരമായ മുഖം വികൃതമാക്കി. അഖ്നാറ്റൻ വിഭാവനം ചെയ്ത ആ സൂര്യദേവന്റെ ചിത്രങ്ങൾ, കൈകളുള്ള സൂര്യരശ്മികൾ അവർ തച്ചുടച്ചു. ഇവിടെ ഒരു രസകരമായ ചരിത്ര വൈരുദ്ധ്യമുണ്ട്. അഖ്നാറ്റൻ തന്റെ നഗരം പണിയാൻ ഉപയോഗിച്ചത് തലാദത്തെന്നറിയപ്പെടുന്ന ചെറിയ കല്ലുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഹോറംഹെബിന്റെ സൈന്യം ഈ കല്ലുകൾ ഇളക്കിയെടുത്തു. എന്നിട്ടവരത് നശിപ്പിച്ചില്ല. പകരം ആ കല്ലുകൾ കൊണ്ടുപോയി മറ്റ് ക്ഷേത്രങ്ങളിൽ, പ്രധാനമായും കർണാക് ക്ഷേത്രത്തിലെ ഗോപുരങ്ങളുടെ ഉള്ളിൽ ഫില്ലറായി ഉപയോഗിച്ചു. അതായത് പുതിയ മതിലുകൾക്കുള്ളിൽ പഴയ നഗരത്തിന്റെ കല്ലുകൾ നിറച്ചു. അതൊരു ശിക്ഷയായിരുന്നു. നിന്റെ ദൈവത്തെ എന്നേക്കുമായി ഇരുട്ടിലടയ്ക്കുന്നു എന്ന ശിക്ഷ. പക്ഷേ വിരോധാഭാസമെന്ന് പറയട്ടെ, സൂര്യപ്രകാശം തട്ടാതെ കല്ലുകൾക്കുള്ളിൽ ഭദ്രമായി ഇരുന്നതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആ കല്ലുകൾ കേടുപാടുകളില്ലാതെ കണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അഖ്നാറ്റനെ നശിപ്പിക്കാൻ ചെയ്ത കാര്യം ഒടുവിൽ അയാളെ വീണ്ടെടുക്കാൻ സഹായിച്ചു എന്ന് സാരം. ഹോരംഹെബ് അവിടം കൊണ്ട് നിർത്തിയില്ല. അദ്ദേഹം രാജാക്കന്മാരുടെ പട്ടിക തിരുത്തിയെഴുതി. അഖ്നാറ്റൻ, അദ്ദേഹത്തിന് ശേഷം വന്ന സ്മെൻഖകരെ, ടുട്ടാങ്കാമൻ, ആയി, ഈ 4 പേരുടെ ഭരണകാലം അദ്ദേഹം ചരിത്രരേഖകളിൽ നിന്ന് വെട്ടിമാറ്റി. പകരം ആ വർഷങ്ങളെല്ലാം താൻ തന്നെയായിരുന്നു ഭരിച്ചിരുന്നതെന്ന് അദ്ദേഹം എഴുതിച്ചേർത്തു. വരും തലമുറ ഒരിക്കലും അഖ്നാറ്റൻ എന്ന പേര് കേൾക്കാൻ പാടില്ല. ആരും അഖെത്തേറ്റൻ എന്ന നഗരത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഔദ്യോഗിക രേഖകളിൽ അഖ്നാറ്റനെ വിശേഷിപ്പിച്ചത് രാജാവ് എന്നല്ല, മറിച്ച് അഖെത്താറ്റനിലെ ശത്രു, ദി എനിമി ഓഫ് അഖെത്താറ്റൻ, അല്ലെങ്കിൽ ആ കുറ്റവാളി എന്നാണ്. കാലം കടന്നുപോയി. മണൽക്കാറ്റ് വീണ്ടും വീണ്ടും വീശിയടിച്ചു. അഖ്നാറ്റന്റെ തകർക്കപ്പെട്ട നഗരം പൂർണ്ണമായും മണലിനകിയിലായി. തകർന്ന ക്ഷേത്രങ്ങളുടെ മുകളിൽ പുതിയ മണൽക്കൂനകൾ രൂപപ്പെട്ടു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരിക്കൽ ഒരു മഹാനഗരമുണ്ടായിരുന്നു എന്നുപോലും ആരും ഓർക്കാതായി. ആ വഴിയിലൂടെ സഞ്ചരിച്ച അപരിചിതർ മണലിൽ നിന്ന് ഉന്തി നിൽക്കുന്ന തകർന്ന തൂണുകൾ കണ്ട് അത്ഭുതപ്പെട്ടു. ഇവിടെ പണ്ട് ഏതോ പിശാചുക്കൾ വസിച്ചിരുന്നു എന്ന് നാടോടി കഥകളുണ്ടായി. യൂറോപ്പിൽ സാമ്രാജ്യങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. ക്രിസ്തുവും നബിയും ബുദ്ധനും വന്നു. ലോകം മാറിമറിഞ്ഞു. പക്ഷേ ഈജിപ്തിലെ മണലിനടിയിൽ അഖ്നാറ്റൻ എന്ന വിചിത്ര മനുഷ്യന്റെ കഥ ആരും തൊടാത്ത ഒരു രഹസ്യമായി ഉറങ്ങിക്കിടന്നു. 19-ാം നൂറ്റാണ്ടുവരെ. നെപ്പോളിയന്റെ പടയോട്ടകാലം. ഈജിപ്തിലേക്ക് പാശ്ചാത്യ സഞ്ചാരികളും ഗവേഷകരും ഒഴുകിയെത്താൻ തുടങ്ങി. അവർ പിരമിഡുകളും ക്ഷേത്രങ്ങളും തേടി നടന്നു. കൂട്ടത്തിൽ ചിലർ ആരും ശ്രദ്ധിക്കാത്ത അമർന എന്ന ഗ്രാമത്തിലേക്കെത്തി. അവിടെ ഗ്രാമീണർ മണൽ കുഴിക്കുമ്പോൾ ചില വിചിത്രമായ കല്ലുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അവരത് ഗവേഷകർക്ക് കാണിച്ചു കൊടുത്തു. ഗവേഷകർ അത്ഭുതപ്പെട്ടു. ഈജിപ്ഷ്യൻ കലാരീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചിത്രങ്ങൾ, നീണ്ട തലയോട്ടിയുള്ള മനുഷ്യർ, വിചിത്രമായ പൂജകൾ. ഇതേത് രാജാവാണ്? ചരിത്രപുസ്തകങ്ങളിൽ ഇങ്ങനെയൊരു പേരില്ലല്ലോ. മണലിനടിയിൽ നിന്ന് സത്യം മെല്ലെ തലപൊക്കാൻ തുടങ്ങി. ഹൊറേംഹെബ് എത്ര ശ്രമിച്ചിട്ടും മായ്ക്കാൻ കഴിയാത്ത സത്യം. തുടർന്നുള്ള ഉത്ഖനനങ്ങളിൽ അവർ കണ്ടെത്തിയത് ലോകത്തെ ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. തകർക്കപ്പെട്ട പ്രതിമകൾ, മായ്ച്ചുകളഞ്ഞ ചുവർ ചിത്രങ്ങൾ, പിന്നെ കളിമൺ ഫലകങ്ങളിൽ എഴുതിയ ആ പഴയ കത്തുകൾ, അമർന ലെറ്റേഴ്സ്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിൽ രാജാക്കന്മാരുടെ താഴ്വരയിലെ
KV-55 എന്ന കല്ലാർ തുറന്നപ്പോൾ അവിടെ സ്വർണം പൂശിയ ഒരു ശവപ്പെട്ടിയുണ്ടായിരുന്നു. പക്ഷേ ആ ശവപ്പെട്ടിയുടെ മുഖമുടി ആരോ അടിച്ചു തകർത്തിരുന്നു. അതിലെഴുതിയിരുന്ന പേര് ചുരണ്ടി മാറ്റിയിരുന്നു. ആരാണ് അതിനുള്ളിൽ? അഖ്നാട്ടനാണോ അതോ അദ്ദേഹത്തിന്റെ പിൻഗാമിയോ? പുരാവസ്തു ഗവേഷകർ ആ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു. ഉള്ളിൽ ഒരു അസ്ഥികുണ്ഡം. അവിടെ നിന്നാണ് ആധുനിക ശാസ്ത്രം ഈ കഥയിലേക്ക് കടന്നുവരുന്നത്. DNA പരിശോധനകളും CT സ്കാനുകളും. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അഖ്നാറ്റൻ ശരിക്കും അന്യഗ്രഹി ജീവിയായിരുന്നോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം അങ്ങനെയായത്? 1. രാജാക്കന്മാരുടെ താഴ്വര, വാലി ഓഫ് ദ കിങ്സ്. KV-55 ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കല്ലറയുടെ നമ്പരാണത്. തിയോഡോർ ഡേവിസ് എന്ന പര്യവേക്ഷകനും എഡ്വേർഡ് അയർട്ടൺ എന്ന പുരാവസ്തു ഗവേഷകനും ചേർന്നാണ് ആ കല്ലറയുടെ വാതിൽ തുറന്നത്. നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന ആ വാതിൽ തുറക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വന്നത് പഴകിയ വായുവിൻ്റെയും ദ്രവിച്ച മരത്തിൻ്റെയും ഗന്ധമായിരുന്നു. കൈവിളക്കിന്റെ വെളിച്ചം ആ ഇരുട്ടിലേക്ക് വീണു. അവിടെ കണ്ട കാഴ്ച അവരെ ഭയപ്പെടുത്തി. മറ്റുള്ള ഫറവോമാരുടെ കല്ലറകൾ പോലെ അടുക്കും ചിട്ടയുമുള്ള ഒന്നായിരുന്നില്ല അത്. വെള്ളപ്പൊക്കത്തിൽ മണ്ണു കയറി ആകെ അലങ്കോലമായി കിടക്കുന്നു. തറയിൽ പല സാധനങ്ങളും ചിതറിക്കിടക്കുന്നു. അതിനിടയിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന സ്വർണം പൂശിയ ഒരു ശവപ്പെട്ടി. അവർ ആ ശവപ്പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. അതിന്റെ നിർമ്മാണം അതിവിദഗ്ധമായിരുന്നു. വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണവും പതിപ്പിച്ച രാജകീയ ശവപ്പെട്ടി. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. ആ ശവപ്പെട്ടിയുടെ മുഖമൂടി ആരോ ക്രൂരമായി വെട്ടിപ്പൊളിച്ചിരുന്നു. സ്വർണത്തിൽ തീർത്ത മുഖമുണ്ടായിരുന്നിരിക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ വികൃതമായ ഒരു വിടവ് മാത്രം. മാത്രമല്ല, ശവപ്പെട്ടിയുടെ താഴെ രാജാവിന്റെ പേരെഴുതുന്ന കാർട്ടൂഷ് തിന്ന മുദ്രയും ആരോ ഉളി കൊണ്ട് കൊത്തി മായിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു മോഷണമല്ല, ഇത് പകയാണ്. ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം പേര് മായിച്ചു കളഞ്ഞാൽ ആത്മാവിന് പരലോകത്ത് വഴിതെറ്റും. അതുകൊണ്ട് ആ ശവപ്പെട്ടിയിലുള്ള ആൾ ഒരിക്കലും സമാധാനം കണ്ടെത്തരുത് എന്നാഗ്രഹിച്ച ആരോ ആണിത് ചെയ്തത്. ആരാണതിനുള്ളിൽ? അവർ മെല്ലെ ശവപ്പെട്ടി തുറന്നു. ഉള്ളിൽ തുണിയിൽ പൊതിഞ്ഞൊരു മമ്മി. പക്ഷെ വായു തട്ടിയതും ആ തുണികൾ പൊടിഞ്ഞുപോയി. ബാക്കിയായത് വെളുത്ത ഒരു കൂട്ടം അസ്ഥികൾ മാത്രം. ഒരു കൈ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്, രാജകീയ രീതിയിൽ. ആ കൈയിൽ ഒരു സ്വർണ്ണ വളയുണ്ടായിരുന്നു. അതിലെഴുതിയിരുന്നത് അഖ്നാറ്റന്റെ പേരായിരുന്നു. ലോകം മുഴുവൻ ആകാംക്ഷയിലായി. അഖ്നാറ്റന്റെ ശരീരം കണ്ടെത്തിയിരിക്കുന്നു. ആ ഏലിയൻ ഫറവോയുടെ അസ്ഥികൂടം ഇതാ കൺമുന്നിൽ. പക്ഷേ ശാസ്ത്രജ്ഞർ ആ അസ്ഥികൾ പരിശോധിച്ചപ്പോൾ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ആദ്യം പരിശോധിച്ചവർ പറഞ്ഞു, ഇതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്, ഇടുപ്പല്ലുകൾക്ക് വീതിയുണ്ട്. പിന്നീട് ചിലർ പറഞ്ഞു, അല്ല, ഇതൊരു പുരുഷനാണ്, പക്ഷേ വളരെ ചെറുപ്പമാണ്, 20 വയസ്സ് മാത്രം പ്രായമുള്ള ആൾ. അഖ്നാട്ടൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 30നും 40നും ഇടയിൽ പ്രായമുണ്ടാവണം. അപ്പോൾ ഇതാരാണ്? അദ്ദേഹത്തിന്റെ മരുമകൻ സ്മെങ്ക് കരയോ അതോ അഖ്നാട്ടൻ തന്നെയാണോ? വർഷങ്ങൾ കടന്നുപോയി. ശാസ്ത്രം വളർന്നു. 2010 ഈജിപ്ഷ്യൻ പുരാവസ്തു വകുപ്പിന്റെ തലവനായിരുന്ന സാഹി ഹവാസ് ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിട്ടു. ടുട്ടാൻകാമുന്റെ കുടുംബം, കിങ് ടട്ട് ഫാമിലി പ്രോജക്റ്റ്. അവർ ആ അസ്ഥികളിൽ നിന്ന് DNA വേർതിരിച്ചെടുത്തു. ഒപ്പം ടുട്ടാൻകാമുന്റെ മമ്മിയുടെ DNAയും മറ്റ് രാജകീയ മമ്മികളുടെ DNAയും പരിശോധിച്ചു. ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. KV-55 കണ്ടെത്തിയ ആ അസ്ഥികൂടം ടുട്ടാൻകാമുന്റെ അച്ഛൻ്റേതാണ്. നമുക്കറിയാം, ടുട്ടാൻകാമുന്റെ അച്ഛൻ അഖ്നാറ്റനാണ്. അതുകൊണ്ട് സംശയങ്ങൾക്ക് വിരാമമായി. ആ വികൃതമാക്കപ്പെട്ട ശവപ്പെട്ടിയിൽ കിടന്നിരുന്നത് അഖ്നാറ്റൻ തന്നെയായിരുന്നു. ഇനി ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ശരീരം. ആ അസ്ഥികൂടം പരിശോധിച്ചപ്പോൾ ഏലിയൻ എന്ന് വിളിക്കാവുന്ന എന്ത് പ്രത്യേകതയാണ് അവർ കണ്ടത്? സത്യം പറഞ്ഞാൽ ശില്പങ്ങളിൽ കാണുന്നത്ര ഭീകരമായ വൈകൃതങ്ങളൊന്നും ആ അസ്ഥികൂടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തലയോട്ടിക്ക് സാധാരണയിൽ കവിഞ്ഞ നീളമുണ്ടായിരുന്നു, ഡോളിക്കോസെഫാലി. പക്ഷേ അത് അന്യഗ്രഹ ജീവികളുടേതുപോലെയല്ല, മറിച്ച് ജനിതകമായ ഒരു പ്രത്യേകതയാണ്. ശാസ്ത്രലോകം പ്രധാനമായും 2 രോഗാവസ്ഥകളെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, മാർഫാൻ സിൻഡ്രോം. ഇതൊരു ജനിതക രോഗമാണ്.
ഇത് ബാധിച്ചവർക്ക് അസാധാരണമായി നീണ്ട കൈകാലുകളും വിരലുകളും ഉണ്ടാകും. മുഖം നീണ്ടിരിക്കും. അഖ്നാറ്റന്റെ പ്രതിമകളിലെ നീണ്ട വിരലുകളും നീണ്ട മുഖവും ഇതിനോട് സാമ്യമുള്ളതാണ്. 2. ഫ്രോയിലിക്സ് സിൻഡ്രോം. ഈ രോഗം ബാധിച്ച പുരുഷന്മാർക്ക് ഇടുപ്പിലും തുടകളിലും കൊഴുപ്പടിഞ്ഞുകൂടി സ്ത്രീകളുടേതുപോലെയുള്ള ശരീരപ്രകൃതിയുണ്ടാകാം. അഖ്നാറ്റന്റെ ചിത്രങ്ങളിലെ വീർത്ത വയറും ഇടുപ്പും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉപരി DNA പരിശോധന മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്തി. ഒരുപക്ഷെ അഖ്നാറ്റന്റെ ഈ വിചിത്ര രൂപത്തിന് കാരണം അന്യഗ്രഹബന്ധമല്ല, മറിച്ച് ഭൂമിയിലെ തന്നെ തെറ്റായ ചില ബന്ധങ്ങളായിരുന്നു. ഈജിപ്ഷ്യൻ രാജകുടുംബത്തിൽ രക്തശുദ്ധി നിലനിർത്താൻ സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. അഖ്നാറ്റന്റെ അച്ഛനും അമ്മയും അമെൻഹോട്ടേപ്പ് മൂന്നാമനും തീയെ രാജ്ഞിയും അടുത്ത ബന്ധുക്കളായിരുന്നു. അഖ്നാറ്റൻ വിവാഹം കഴിച്ചവരിൽ ഒരാൾ സ്വന്തം സഹോദരി തന്നെയായിരുന്നു. നെഫർട്ടിറ്റി അല്ല, മറിച്ച് തുറ്റാങ്കാമുന്റെ അമ്മയായ യുവതി എന്നു വിളിക്കപ്പെടുന്ന മമ്മി. ഇത്തരം രക്തബന്ധത്തിലുള്ള വിവാഹങ്ങൾ തലമുറകളായി തുടർന്നപ്പോൾ ജനിതകമായ വൈകല്യങ്ങൾ അവരിൽ പ്രകടമായി. തുറ്റാങ്കാമുൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവനും പലതരം രോഗങ്ങളുള്ളവനുമായിരുന്നു എന്നു നമുക്കറിയാം. അഖ്നാറ്റന്റെ വിചിത്ര രൂപവും ഇത്തരമൊരു ജനിതക വൈകല്യത്തിന്റെ ഫലമാവാം. എന്നാൽ ആധുനിക കലാചരിത്രകാരന്മാർ മറ്റൊരു വാദം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അഖ്നാറ്റൻ ശരിക്കും കാണാൻ അത്ര വികൃതനായിരുന്നെങ്കിലോ? അദ്ദേഹം കൊണ്ടുവന്ന സത്യത്തിന്റെ മതം മാത് അനുസരിച്ച് കല എന്നത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവം അത്തൻ ആണും പെണ്ണും ചേർന്ന പൂർണ്ണരൂപമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിപുരുഷനായ താനും ആണിന്റെയും പെണ്ണിന്റെയും ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ഒരാളാണെന്ന് കാണിക്കാൻ അദ്ദേഹം ബോധപൂർവം വിചിത്രമായി വരപ്പിച്ചതാണെങ്കിലോ? എന്നെ സാധാരണ മനുഷ്യനെ പോലെ വരയ്ക്കരുത്. ഞാൻ എല്ലാമാണ്. ഞാൻ അച്ഛനും അമ്മയുമാണ്. ഞാൻ പ്രപഞ്ചമാണ് എന്ന് അദ്ദേഹം ശില്പികളോട് പറഞ്ഞിട്ടുണ്ടാവാം. അതൊരു കലാപരമായ വിപ്ലവമായിരുന്നു, ആർട്ടിസ്റ്റിക് റിബല്യൻ. നൂറ്റാണ്ടുകളായി രാജാക്കന്മാരെ വ്യാജമായ കരുത്തന്മാരായി കാണിച്ചിരുന്ന രീതിയെ അദ്ദേഹം പൊളിച്ചെഴുതി. തന്റെ വീർത്ത വയറും മെലിഞ്ഞ കഴുത്തും നീണ്ട മുഖവും അദ്ദേഹം അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചു. പക്ഷേ ആ അസ്ഥികൂടത്തിന്റെ കഥ അവിടെയും തീരുന്നില്ല. അഖ്നാറ്റന്റെ ശവപ്പെട്ടിയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾക്ക് പറയാൻ ബാക്കിവച്ച മറ്റൊരു കഥ കൂടിയുണ്ട്. അത് നെഫർക്കിറ്റിയുടേതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അഖ്നാറ്റനെ കണ്ടെത്തി, ടുറ്റാങ്കാമുനെ കണ്ടെത്തി, അഖ്നാറ്റന്റെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി. പക്ഷെ ഈ കഥയിലെ നായിക നെഫർട്ടിറ്റി, അവൾ എവിടെ? അവളുടെ മമ്മി ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ടുട്ടാങ്കാമുന്റെ കല്ലറയുടെ ചുവരുകൾക്ക് പിന്നിൽ രഹസ്യമായി മറ്റൊരറയുണ്ടെന്നും അവിടെ നെഫർട്ടിറ്റി ഉറങ്ങുന്നുണ്ടെന്നും വിശ്വസിക്കുന്നവരുണ്ട്. അഖ്നാറ്റൻ മരിച്ചപ്പോൾ നെഫർട്ടിറ്റി എന്തു ചെയ്തു? അവൾ വെറുതെ ഇരിക്കുകയായിരുന്നു? അതോ ചരിത്രത്തെ കബളിപ്പിച്ചുകൊണ്ട് അവൾ ഫറവോ ആയി മാറിയിരുന്നു? ശാസ്ത്രം അഖ്നാറ്റന്റെ ശരീരത്തിലെ ഏലിയൻ സാധ്യതകളെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്തകൾ, അത് ഏത് ലോകത്തുനിന്ന് വന്നതാണെന്ന് കണ്ടെത്താൻ ഒരു സ്കാനിങ്ങിനും കഴിയില്ല. നമുക്ക് ആ ദുരൂഹതയുടെ അടുത്ത അധ്യായത്തിലേക്ക് പോകാം. നെഫർട്ടിറ്റിയുടെ തിരോധാനം. ശാസ്ത്രം അഖ്നാറ്റന്റെ അസ്ഥികൾ കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഒരു വലിയ ശൂന്യത ആ കഥയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ശൂന്യതയുടെ പേരാണ് നെഫർട്ടിറ്റി. നമ്മൾ നേരത്തെ കണ്ടു, അഖിതാട്ടൻ നഗരം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ടത് വെറും കെട്ടിടങ്ങൾ മാത്രമായിരുന്നില്ല, വിലമതിക്കാനാവാത്ത പല ശില്പങ്ങളും കൂടിയായിരുന്നു. അതിലൊന്നായിരുന്നു 1912 ജർമ്മൻ പുരാവസ്തു ഗവേഷകർ മണലിൽ നിന്ന് കണ്ടെടുത്ത നെഫർതിറ്റിയുടെ ആ വിശ്വപ്രസിദ്ധമായ അർദ്ധകായ പ്രതിമ, ബസ്റ്റ് ഓഫ് നെഫർതിറ്റി. നിങ്ങൾ ആ പ്രതിമ കണ്ടിട്ടുണ്ടാകും. നീണ്ട കഴുത്ത്, ഉയർന്ന കവിളെല്ലുകൾ, നീല നിറത്തിലുള്ള കിരീടം. പക്ഷേ ആ പ്രതിമയുടെ ഒരു കണ്ണ് പൂർണ്ണമല്ല. കൃഷ്ണമണി വെക്കേണ്ടിടം ശൂന്യമാണ്. എന്തുകൊണ്ടാണ് രാജകൊട്ടാരത്തിലെ പ്രധാന ശില്പിയായ തുത്മൂസ് അത് പൂർത്തിയാക്കാതെ പോയത്? ആ ശില്പം അവിടെ ആ പണിപ്പുരയുടെ തറയിൽ മണലിൽ മുഖം പൂഴ്ത്തിക്കിടക്കുകയായിരുന്നു 3000 വർഷങ്ങൾ. ഈജിപ്തിന്റെ ചരിത്രത്തിൽ അഖ്നാട്ടന്റെ പേര് ഭ്രാന്തൻ എന്നും വിപ്ലവകാരി എന്നും എഴുതപ്പെട്ടപ്പോൾ നെഫർതിറ്റിയുടെ പേരെഴുതപ്പെട്ടത് നിഗൂഢത എന്ന മഷികൊണ്ടാണ്. അഖ്നാട്ടന്റെ ഭരണത്തിന്റെ 12ാം വർഷം വരെ അവൾ എല്ലായിടത്തുമുണ്ടായിരുന്നു. രാജാവിനൊപ്പം രഥത്തിൽ സഞ്ചരിക്കുന്നവൾ,
ശത്രുക്കളെ വകവരുത്തുന്നവൾ, ദൈവത്തിന് പൂജ ചെയ്യുന്നവൾ. പക്ഷേ 12-ാം വർഷത്തിനു ശേഷം ചരിത്രരേഖകളിൽ നിന്നും അവൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. എന്താണ് സംഭവിച്ചത്? 3 സാധ്യതകളാണ് ചരിത്രം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. 1, ആ സമയത്ത് പടർന്നുപിടിച്ച മഹാമാരിയിൽ അവൾ മരിച്ചുപോയി. 2, അഖനാട്ടനുമായി തെറ്റിപ്പിരിഞ്ഞ് അവൾ കൊട്ടാരത്തിന് പുറത്താക്കപ്പെട്ടു. എന്നാൽ 3-ാമത്തെ സാധ്യതയാണ് ഏറ്റവും വിചിത്രവും എന്നാൽ വിശ്വസിക്കാൻ തോന്നുന്നതും. അവൾ അപ്രത്യക്ഷയായതല്ല, മറിച്ച് അവൾ രൂപം മാറിയതാണ്. അഖനാട്ടന്റെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ഭ്രാന്തമായ അവസ്ഥയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. രാജ്യകാര്യങ്ങൾ നോക്കാൻ അദ്ദേഹം അശക്തനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു സഹഭരണാധികാരി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചരിത്രരേഖകളിൽ ഇദ്ദേഹത്തിന്റെ പേര് നെഫറുവേട്ടൻ എന്നാണ്. ആരാണ് ഈ പുതിയ രാജാവ്? പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് അത് നെഫർത്തിറ്റി തന്നെയായിരുന്നു എന്നാണ്. അഖനാട്ടന്റെ ഭ്രാന്തമായ തീരുമാനങ്ങളിൽ നിന്ന് ഈജിപ്തിനെ രക്ഷിക്കാൻ അവൾ ഒരു പുരുഷന്റെ വേഷം കെട്ടാൻ തീരുമാനിച്ചതാവാം. നമ്മുടെ നാട്ടിലെ പഴയ തറവാടുകളിൽ കാരണവർക്ക് കാര്യശേഷി ഇല്ലാതാകുമ്പോൾ തറവാട്ടിലെ മുതിർന്ന സ്ത്രീകൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താറില്ലേ? തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് അധികാരം നിയന്ത്രിക്കുന്ന അമ്മമാർ. അതുപോലെ ഈജിപ്ത് എന്ന വലിയ തറവാടിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ അവൾ ഫറവോയുടെ വേഷമണിഞ്ഞു. അവൾ അഖ്നാറ്റനെ പോലെ ഒരു സ്വപ്നജീവിയായിരുന്നില്ല. അവൾ പ്രായോഗിക ബുദ്ധിയുള്ളവളായിരുന്നു. രാജ്യം നശിക്കുന്നത് അവൾ കണ്ടു. അതിർത്തികൾ ശത്രുക്കൾ കൈയടക്കുന്നത് അവൾ അറിഞ്ഞു. ഒരുപക്ഷെ അഖ്നാറ്റൻ സൂര്യനെ നോക്കി കവിതകൾ എഴുതുമ്പോൾ നെഫർട്ടിറ്റി സൈന്യാധിപന്മാരുമായി രഹസ്യ ചർച്ചകൾ നടത്തുകയായിരുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇനിയാണ്. അഖ്നാറ്റൻ മരിച്ചപ്പോൾ നെഫർട്ടിറ്റി എവിടെയായിരുന്നു? അവൾ അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ മുൻകൈയെടുത്തു കാണുമോ? അതോ അദ്ദേഹത്തിന്റെ മരണശേഷം സ്വതന്ത്രയായി ഭരണമേറ്റെടുത്തു കാണുമോ? സ്മെങ്ക് ഖരെ എന്ന പേരിൽ കുറച്ചുകാലം ഭരിച്ച ഫറവോ നെഫർട്ടിറ്റി തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെ അന്ത്യം അതിന്നും ഒരു കറുത്ത അധ്യായമാണ്. അവരുടെ മമ്മിയാക്കപ്പെട്ട ശരീരമെവിടെ? രാജാക്കന്മാരുടെ താഴ്വരയിലെ 100 കണക്കിന് കല്ലറകൾ തുറന്നു പരിശോധിച്ചിട്ടും ഇതാണ് നെഫർട്ടിറ്റി എന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ശരീരം നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയാണ് പ്രശസ്ത ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ നിക്കോളാസ് റീവ്സ് ഒരു സ്ഫോടനാത്മകമായ സിദ്ധാന്തവുമായി വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ടുട്ടാങ്കാമുൻ എന്ന ബാലനായ രാജാവിന്റെ കല്ലറ. വളരെ ചെറിയ ഇടുങ്ങിയ ഒരു കല്ലറയായിരുന്നു അത്. ഒരു ഫറവോയ്ക്ക് ചേർന്ന വലിപ്പമുള്ള ഒന്നല്ല. എന്തുകൊണ്ടാണ് ടുട്ടാങ്കാമിനെ ഇത്ര ചെറിയൊരു സ്ഥലത്തടക്കിയത്? പെട്ടെന്ന് മരിച്ചതുകൊണ്ടാണോ? റീവ്സ് പറയുന്നത് മറ്റൊന്നാണ്. ടുട്ടാങ്കാമിന്റെ ശവകുടീരം യഥാർത്ഥത്തിൽ അവനുവേണ്ടി പണിതതല്ല, അത് മറ്റാർക്കു വേണ്ടി പണിതതാണ്. പിന്നീട് ടുട്ടാങ്കാമുൻ മരിച്ചപ്പോൾ ആ വലിയ കല്ലറയുടെ മുൻഭാഗം മാത്രം ഉപയോഗിച്ച് അവനെ അടക്കി. എങ്കിൽ ആ കല്ലറയുടെ ബാക്കി ഭാഗം എവിടെ? ടുട്ടാങ്കാമുൻ കിടക്കുന്ന മുറിയുടെ നോർത്ത് വാൾ വെറുമൊരു ചുവരല്ലെന്നും അതൊരടച്ചുപൂട്ടിയ വാതിലാണെന്നും റീവ്സ് വാദിക്കുന്നു. ആ ചുവർചിത്രങ്ങൾക്ക് പിന്നിൽ ഒരു രഹസ്യ അറയുണ്ട്. ആ അറയിൽ അവിടെയാണ് നെഫർട്ടിറ്റി ഉറങ്ങുന്നത്. ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ 100 വർഷമായി ലോകം മുഴുവൻ ടുട്ടാങ്കാമുനെ കണ്ട് അത്ഭുതപ്പെടുകയായിരുന്നു. എന്നാൽ ആ സ്വർണ്ണ ശവപ്പെട്ടിയുടെ തൊട്ടുപിന്നിൽ വെറുമൊരു ഭിത്തിക്കപ്പുറം ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയായ രാജ്ഞി ആരും കാണാതെ കിടപ്പുണ്ടെങ്കിലോ? ആധുനിക റഡാർ സ്കാനുകൾ ഉപയോഗിച്ച് ആ ചുവർ പരിശോധിച്ചപ്പോൾ അവിടെ പൊള്ളയായ സ്ഥലമുണ്ടെന്നും ലോഹത്തിന്റെയും ജൈവവസ്തുക്കളുടെയും സാന്നിധ്യമുണ്ടെന്നും സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഈജിപ്ഷ്യൻ സർക്കാർ ആ ചുവർ പൊളിച്ചു പരിശോധിക്കാൻ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. അതാ വിലപിടിപ്പുള്ള ചുവർ ചിത്രങ്ങൾ നശിപ്പിക്കും എന്നതാണോ കാരണം? അതോ അവിടെ നെഫർട്ടിറ്റി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ചരിത്രം വീണ്ടും തിരുത്തിയെഴുതേണ്ടി വരും എന്ന ഭയമാണോ? നെഫർട്ടിറ്റി അവിടെയുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിമറിക്കും. അവൾ വെറുമൊരു രാജപത്നി ആയിരുന്നില്ല, മറിച്ച് പൂർണ്ണ അധികാരം കൈയാളിയ ഫറവോ ആയിരുന്നു എന്നതിന് തെളിവുകൾ ആ കല്ലറയിലുണ്ടാകാം. അവൾ അഖ്നാറ്റനെ സ്നേഹിച്ചിരുന്നോ അതോ വെറുത്തിരുന്നോ? ആ ചോദ്യത്തിനുത്തരം ആ മരുഭൂമിയുടെ കാറ്റിന് മാത്രമേ അറിയൂ. അമർനയിലെ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പൊട്ടിയ കളിമൺപാത്രങ്ങളിൽ അവളുടെ പേര് പലയിടത്തും കാണാം. എന്നാൽ അവളുടെ മുഖം അത് പലയിടത്തും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അഖ്നാട്ടന്റെ പതനത്തിനു ശേഷം അധികാരത്തിൽ വന്നവർക്ക് ആ ഏലിയൻ ഫറവോയേക്കാൾ ഭയം അയാളുടെ കൂടെ നിന്ന് ബുദ്ധിമതിയായ ആ സ്ത്രീയെയായിരുന്നു. പുരുഷന്മാരുടെ ലോകത്ത് ദൈവങ്ങളെ വെല്ലുവിളിച്ച സൂര്യനെ മാത്രം നോക്കി നടന്ന ആ സ്ത്രീയെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ അവർ തിടുക്കം കാട്ടി.
ഇന്നും ബെർലിനിലെ മ്യൂസിയത്തിലിരിക്കുന്ന അവളുടെ ആ പ്രതിമയിലേക്ക് നോക്കിയാൽ ആ കണ്ണുകളിൽ ഒരു നിഗൂഢത കാണാം. ലോകം മുഴുവൻ തന്നെ നോക്കുന്നു, പക്ഷേ ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല എന്നൊരു ഭാവം. നമ്മുടെ കഥ അവസാനിക്കാറായിട്ടില്ല. അഖ്നാട്ടിനും നെഫർട്ടിറ്റിയും പോയി, ടുട്ടങ്കാമനും പോയി. അമർന എന്ന നഗരം മരുഭൂമി വിഴുങ്ങി. പക്ഷേ ഒരു വിത്ത് മണ്ണിൽ വീണാൽ അതുടനെ മുളക്കില്ല. അത് കാലത്തിനായി കാത്തിരിക്കും. അഖ്നാട്ടൻ വിതച്ച വിത്തുകൾ, ഏകദൈവ വിശ്വാസമെന്ന ആശയം, അതവിടെ അവസാനിച്ചില്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ മണ്ണിലൂടെ മറ്റൊരു പ്രവാചകൻ കടന്നുപോയി, മോശ. അഖ്നാട്ടനും മോശയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിച്ച് ഏകനായ ദൈവത്തെ ആരാധിക്കുക എന്ന് അഖ്നാട്ടൻ പറഞ്ഞതും പിന്നീട് ജൂതമതത്തിലൂടെയും ക്രിസ്തുമതത്തിലൂടെയും ഇസ്ലാം മതത്തിലൂടെയും ലോകം മുഴുവൻ വ്യാപിച്ച ഏകദൈവ വിശ്വാസവും തമ്മിൽ ഒരു പാലമുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞർ പോലും ചിന്തിച്ചൊരു കാര്യമാണത്. അഖ്നാട്ടൻ എന്ന അന്യഗ്രഹജീവിയെന്ന് സംശയിക്കപ്പെട്ട ഭറവോ മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ആകാശത്തുള്ള പറക്കന്തളികകളല്ല, മറിച്ച് ദൈവമൊന്നേയുള്ളൂ എന്ന ചിന്തയായിരുന്നോ? ആ ചിന്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് അഖ്നാട്ടന്റെ നഗരത്തിന്റെ ഇന്നത്തെ അവസ്ഥയൊന്ന് കാണണം. 3000 വർഷങ്ങൾക്ക് ശേഷം ആ മണ്ണിൽ എന്താണ് ബാക്കിയുള്ളത്? കല്ലുകൾക്ക് ജീവനില്ല, പക്ഷേ അവയ്ക്ക് ഓർമ്മകളുണ്ട്. കൊട്ടാരങ്ങൾ തകർക്കാം, വിഗ്രഹങ്ങൾ ഉടയ്ക്കാം, പേരുകൾ ഉളികൊണ്ട് മായ്ച്ചു കളയാം. എന്നാൽ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ഉദിച്ച ഒരു ആശയം, അതിനെ കൊല്ലാൻ വാളുകൾക്കോ തെയ്യിനോ കഴിയില്ല. അത് കാറ്റുപോലെയാണ്. എവിടെയെങ്കിലും ഒരു വിടവുണ്ടെങ്കിൽ അതവിടെ കടന്നുകൂടും. അഖ്നാട്ടൻ എന്ന ചക്രവർത്തി മരിച്ചു. അദ്ദേഹത്തിന്റെ നഗരമായ അഖേതാറ്റൻ മരുഭൂമി വിഴുങ്ങി. ഹോറംഹെബിന്റെ സൈന്യം സൂര്യദേവന്റെ ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഇനി ഏകദൈവം എന്ന ചിന്ത ഈജിപ്തിലുണ്ടാവില്ല എന്നവർ ഉറപ്പുവരുത്തി. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. അഖ്നാട്ടൻ മരിച്ചധികം കഴിയുന്നതിനു മുൻപാണ് ചരിത്രത്തിലെ മറ്റൊരു നിർണായക സംഭവം നടക്കുന്നത്. പുറപ്പാട്, ദി എക്സോഡസ്. അടിമകളാക്കപ്പെട്ട ഒരു ജനത മോശ എന്ന പ്രവാചകന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുന്നു. ഇവിടെയാണ് ചരിത്രവും വിശ്വാസവും തമ്മിലുള്ള അതിരുകൾ മങ്ങുന്നത്. ആരായിരുന്നു മോശ? ജൂതമത ഗ്രന്ഥങ്ങൾ പറയുന്നത് അദ്ദേഹം ഒരു എബ്രായനായിരുന്നുവെന്നാണ്. എന്നാൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് തന്റെ അവസാനകാലത്ത് എഴുതിയ മോശയും ഏകദൈവ വിശ്വാസവും എന്ന പുസ്തകത്തിൽ ഒരു സ്ഫോടനാത്മകമായ വാദമുയർത്തുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, മോശ എന്നത് ഒരു എബ്രായ പേരല്ല, അതൊരു ഈജിപ്ഷ്യൻ പേരാണ്. മോസ് എന്നാൽ കുട്ടി അല്ലെങ്കിൽ ജനിച്ചവൻ എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് തുത്മോസ്, റാമോസ്. അപ്പോൾ മോശ അഖ്നാട്ടന്റെ കൊട്ടാരത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ പുരോഹിതനോ ആയിരുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ, അഖ്നാട്ടന്റെ മതം എന്തായിരുന്നു? വിഗ്രഹങ്ങളില്ലാത്ത, രൂപമില്ലാത്ത, പ്രകാശസ്വരൂപനായ ഒരേയൊരു ദൈവം, ആട്ടൻ. മോശ പഠിപ്പിച്ച മതം എന്തായിരുന്നു? വിഗ്രഹങ്ങളില്ലാത്ത, രൂപമില്ലാത്ത ഒരേയൊരു ദൈവം, യഹോവ. അഖ്നാട്ടന്റെ നഗരം തകർക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ എങ്ങോട്ടുപോയി? സൂര്യനെ മാത്രം ആരാധിച്ചിരുന്ന, പഴയ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞ വിശ്വാസികൾക്ക് ഈജിപ്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അവർ വേട്ടയാടപ്പെട്ടു. പക്ഷേ ആ അഭയാർത്ഥി സംഘത്തിന്റെ തലവനായിരുന്നോ മോശ? അഖ്നാട്ടൻ വിതച്ച വിത്തുകൾ ഈജിപ്തിലെ മണലിൽ മുളച്ചില്ല. പക്ഷെ അത് കാറ്റിലൂടെ പറന്ന് ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിയിൽ വീണുമുളച്ചു. ഇന്ന് ലോകത്തുള്ള ക്രിസ്തുമതവും ഇസ്ലാം മതവും ജൂതമതവും വിശ്വസിക്കുന്ന ഏകദൈവം എന്ന സങ്കല്പത്തിന്റെ ആദ്യത്തെ വിത്ത് പാകിയത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ ആ ഏലിയൻ ഫറവോ ആയിരുന്നു. ഇതൊരു വെറും സാങ്കല്പിക കഥയല്ല, ഇതിന് തെളിവുകളുണ്ട്. അഖേതാറ്റൻ നഗരത്തിലെ ഒരു ശവകുടീരത്തിൽ ഐ എന്ന ഉദ്യോഗസ്ഥന്റെ കല്ലറയിൽ അഖ്നാട്ടൻ എഴുതിയതായി കരുതപ്പെടുന്ന സൂര്യദേവനുള്ള മഹാസ്തോത്രം, ഗ്രേറ്റ് ഹിം ടു ദ ആറ്റൻ എന്നൊരു കവിതയുണ്ട്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ഓ ജീവനുള്ള സൂര്യനെ, നീ ചക്രവാളത്തിൽ ഉദിക്കുമ്പോൾ ലോകം മുഴുവൻ ജീവൻ വയ്ക്കുന്നു. നീ അസ്തമിക്കുമ്പോൾ ലോകം മരിച്ചതുപോലെയാകുന്നു. നീ ഏകനാണ്, നിനക്ക് തുല്യനായി മറ്റാരുമില്ല. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ഇനി ബൈബിളിലെ പഴയ നിയമം എടുക്കുക. സങ്കീർത്തനങ്ങൾ 104 വായിച്ചു നോക്കൂ. അങ്ങ് വെളിച്ചം വസ്ത്രം പോലെ അണിയുന്നു, അങ്ങ് ആകാശത്തെ കൂടാരം പോലെ വിരിക്കുന്നു. സൂര്യൻ അതിന്റെ അസ്തമയം അറിയുന്നു. അങ്ങ് ഇരുട്ടിനെ വരുത്തുന്നു, അപ്പോൾ രാത്രിയാകുന്നു. ഈ 2 വരികളും തമ്മിലുള്ള സാമ്യം അത്ഭുതകരമാണ്. വാക്കുകൾ പോലും പലയിടത്തും ഒന്നാണ്.
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ മരുഭൂമിയിൽ അഖ്നാട്ടൻ പാടിയ അതേ വരികൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ബൈബിളിലെ സങ്കീർത്തനങ്ങളായി മാറിയതാണോ? അതോ ഒരേ സത്യം രണ്ടുപേർ വെവ്വേറെ കണ്ടെത്തിയതാണോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, സത്യം ഒരിക്കലും മരിക്കില്ല, അത് വേഷം മാറി വീണ്ടും വരും എന്ന്. അഖ്നാട്ടൻ എന്ന പേര് അവർ മായ്ച്ചു കളഞ്ഞു. പക്ഷേ അഖ്നാട്ടന്റെ ചിന്തകൾ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ പേരില്ലാത്ത ഏതോ വഴികളിലൂടെ ഒഴുകി ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അറിഞ്ഞോ അറിയാതെയോ നിറഞ്ഞു നിൽക്കുന്നു. ഇനി നമുക്ക് വർത്തമാനകാലത്തേക്ക് വരാം. ഇന്ന് നിങ്ങൾ ഈജിപ്തിലേക്ക് പോയാൽ കെയ്റോയിൽ നിന്ന് തെക്കോട്ട് മാറി മിന്യ എന്ന സ്ഥലത്ത് ട്രെയിൻ ഇറങ്ങാം. അവിടെ നിന്ന് നൈൽ നദി കടന്ന് പൊടിപിടിച്ച ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചാൽ പണ്ട് അഖേദാറ്റൻ നഗരം നിലനിന്നിരുന്ന സ്ഥലത്തെത്താം, ടെൽ എൽ അമർന. അവിടെ ഇപ്പോൾ എന്താണുള്ളത്? വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് ചെന്നാൽ നിരാശപ്പെടും. പിരമിഡുകളില്ല, വലിയ ക്ഷേത്ര ഗോപുരങ്ങളില്ല, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ സ്തംഭങ്ങളില്ല. ഉള്ളത് അനന്തമായി പരന്നുകിടക്കുന്ന മണൽക്കാട് മാത്രം. അവിടെയും ഇവിടെയും കുറച്ച് ഇഷ്ടികച്ചുവരുകളുടെ അടിത്തറകൾ കാണാം. പണ്ട് കൊട്ടാരങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കാറ്റ് വീശുമ്പോൾ പൊടിപടലങ്ങൾ ഉയരുന്നു. പക്ഷേ ആ ശൂന്യതയ്ക്കൊരു ഭംഗിയുണ്ട്, ഒരു വിഷാദ സൗന്ദര്യം. നിങ്ങളവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു നിശബ്ദത നിങ്ങളെ പൊതിയും. വിനോദസഞ്ചാരികളുടെ ബഹളമില്ല, കച്ചവടക്കാരുടെ തിരക്കില്ല. 3000 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു ദുരന്തത്തിന്റെ നിഴൽ ഇന്നും ആ മണ്ണിൽ വീണുകിടക്കുന്നതുപോലെ. നഗരത്തിന്റെ അതിർത്തികളിൽ, മലഞ്ചെരുവുകളിൽ അഖ്നാട്ടൻ സ്ഥാപിച്ച ആ അതിർത്തിക്കല്ലുകൾ, ബൗണ്ടറി സ്റ്റെലെ, ഇന്നും കാണാം. പാറയിൽ കുത്തിയ ആ ശാസനങ്ങൾ കാലത്തെ അതിജീവിച്ചു നിൽക്കുന്നു. അതിൽ അദ്ദേഹം എഴുതിവെച്ചത് വായിക്കുമ്പോൾ കണ്ണു നിറയും. ഞാൻ ഈ അതിർത്തികൾക്കപ്പുറം കടക്കില്ല. ഇതെന്റെ അച്ഛനായ ആട്ടൻ എനിക്ക് തന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ എൻ്റെ നഗരം പണിയും. ഇവിടെ ഞാൻ ജീവിക്കും. ഇവിടെ തന്നെ മരിക്കും. എത്ര വലിയ മോഹങ്ങളായിരുന്നു ആ മനുഷ്യന്! ഈ മരുഭൂമിയിൽ സ്വർഗം പണിയാൻ വന്നവൻ, യുദ്ധമില്ലാത്ത, പൂക്കളും പ്രകാശവും നിറഞ്ഞ ലോകം സ്വപ്നം കണ്ടവൻ, ഒടുവിൽ സ്വന്തം ജനങ്ങളാൽ വെറുക്കപ്പെട്ട്, സ്വന്തം കുടുംബത്താൽ ഉപേക്ഷിക്കപ്പെട്ട് അതേ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ഇന്ന് ആ നഗരത്തിലൂടെ നടക്കുമ്പോൾ തറയിൽ സൂക്ഷിച്ചു നോക്കിയാൽ വർണ്ണാഭമായ മൺപാത്രങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ, പോട്രി ഷാർഡ്സ് കാണാം. നീലയും പച്ചയും നിറമുള്ള ചില്ല് കഷ്ണങ്ങൾ. ഒരു കാലത്ത് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ബാക്കി പത്രങ്ങൾ. അവർ ആരായിരുന്നു? അഖ്നാറ്റന്റെ സ്വപ്നത്തിനായി കല്ല് ചുമന്നവർ, ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുത്ത് നടുവൊടിഞ്ഞവർ. അവരുടെ അസ്ഥികൂടങ്ങൾ നഗരത്തിന് പുറത്തുള്ള തൊഴിലാളി സെമിത്തേരിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ അസ്ഥികളിൽ നിറയെ ഒടിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. രാജാവിന്റെ സ്വപ്നം പൂവണിയാൻ സാധാരണക്കാർ നൽകിയ വിലയായിരുന്നു അത്. അമർനയിലെ നോബിൾ സ്റ്റൂംസ് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ കല്ലറകൾ സന്ദർശിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. അവിടെയുള്ള ചുവർച്ചിത്രങ്ങൾ മറ്റെവിടെയും കാണാത്തതാണ്. സാധാരണ ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിൽ മരണാനന്തര ജീവിതത്തിന്റെ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളാവും ഉണ്ടാവുക, രാക്ഷസന്മാരും വിചാരണകളും നരകവുമൊക്കെ. എന്നാൽ അമർനയിലെ കല്ലറകളിൽ നിറയെ ജീവിതമാണ്. അഖ്നാട്ടനും നെഫർട്ടിറ്റിയും തേറിലിരുന്നു പോകുന്ന ചിത്രങ്ങൾ, അവർ മക്കൾക്ക് ഭക്ഷണം വാരി നൽകുന്ന ചിത്രങ്ങൾ, കൊട്ടാരത്തിലെ വിരുന്നുകൾ, ക്ഷേത്രത്തിൽ പൂക്കൾ അർപ്പിക്കുന്നത്. ആ ചിത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം ആട്ടൻ ദൈവത്തിന്റെ രൂപമാണ്. ഒരു വൃത്തം, അതിൽ നിന്ന് താഴേക്ക് നീളുന്ന രശ്മികൾ. ഓരോ രശ്മിയുടെയും അറ്റത്ത് ചെറിയൊരു കൈപ്പത്തി, ഹാൻഡ്സ്. ആ കൈകൾ രാജാവിനും രാജ്ഞിക്കും നേരെ നീട്ടിയിരിക്കുന്നു. ചില കൈകളിൽ അങ്ക്, ജീവന്റെ ചിഹ്നം പിടിച്ചിട്ടുണ്ട്. അതായത് ദൈവം ദൂരെ മാറി നിൽക്കുന്നവനല്ല, മറിച്ച് തന്റെ കൈകൾ നീട്ടി മനുഷ്യനെ തൊടുന്നവനാണ്, ജീവൻ നൽകുന്നവനാണ് എന്ന സങ്കല്പം. ആ ഗുഹകളിൽ നിൽക്കുമ്പോൾ പുറത്തെ കാറ്റിന്റെ ഇരമ്പൽ കേൾക്കാം. അത് അഖ്നാട്ടന്റെ ശബ്ദമാണെന്ന് തോന്നും. എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്കു കഴിഞ്ഞില്ലല്ലോ എന്നൊരു തേങ്ങൽ. എന്നാൽ ആധുനിക കാലത്ത് അമർന്ന വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഈജിപ്തിലെ മണൽ ഇനിയും രഹസ്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന ചില കണ്ടുപിടുത്തങ്ങൾ അഖ്നാട്ടന്റെ കഥയെ വീണ്ടും തിരുത്തിക്കുറിക്കാൻ പോകുകയാണ്. ആ നഗരത്തിന്റെ വടക്കേ അറ്റത്ത് മണൽക്കല്ലുകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഒരു വ്യവസായശാല കണ്ടെത്തി. അവിടെ നിർമ്മിച്ചിരുന്നത് ആഭരണങ്ങളല്ല, മറിച്ച് വലിയ ഗ്ലാസ് ഫാക്ടറികളായിരുന്നു. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് നിർമ്മാണശാലകളിലൊന്ന്. മാത്രമല്ല, അഖ്നാട്ടന്റെ കാലത്തെ മറന്നുപോയ മറ്റൊരു ശവകുടീരം കൂടി അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ളിലുണ്ടായിരുന്നത് മനുഷ്യരല്ല, മറിച്ച് മൃഗങ്ങളായിരുന്നു. എന്തിനായിരുന്നു അവിടെ മൃഗങ്ങളെ അടക്കം ചെയ്തത്? അഖ്നാട്ടന്റെ പരീക്ഷണങ്ങൾ മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ലേ?
നമ്മുടെ യാത്ര അവസാന ഭാഗങ്ങളിലേക്കെടുക്കുകയാണ്. അഖ്നാട്ടന്റെ ശരീരം കണ്ടെത്തി, നഗരം കണ്ടെത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ രക്തം ഇന്നും ഈ ഭൂമിയിലുണ്ടോ? അന്യഗ്രഹ ജീവി എന്ന് പലരും വിളിച്ച അദ്ദേഹത്തിന്റെ DNA-യിൽ എന്തെങ്കിലും അസ്വാഭാവികത ശാസ്ത്രജ്ഞർക്ക് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനേക്കാളുപരി ഈ കഥ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സത്യമെന്താണ്? ശാസ്ത്രം എപ്പോഴും നീതിമാനായൊരു ന്യായാധിപനെ പോലെയാണ്. അതിന് കഥകളില്ല, വികാരങ്ങളില്ല, തെളിവുകൾ മാത്രമേയുള്ളൂ. നമ്മൾ നേരത്തെ ചോദിച്ച ആ വലിയ ചോദ്യം, അഖ്നാറ്റന്റെ രക്തത്തിൽ അന്യഗ്രഹ ജീവികളുടെ അംശമുണ്ടായിരുന്നോ? 2010 നടന്ന ആ DNA പരിശോധനയുടെ ഫലം പൂർണ്ണമായി പുറത്തുവന്നപ്പോൾ പലരും നിരാശരായി. കാരണം അഖ്നാറ്റൻ ഒരു അന്യഗ്രഹ ജീവി ആയിരുന്നില്ല, 100% മനുഷ്യൻ തന്നെയായിരുന്നു. എന്നാൽ ആ പരിശോധനാഫലം പറഞ്ഞ മറ്റൊരു സത്യം അന്യഗ്രഹ കഥകളെക്കാൾ ഭയാനകവും ദയനീയവുമായിരുന്നു. അഖ്നാറ്റന്റെയും അദ്ദേഹത്തിന്റെ പൂർവികരുടെയും DNA-യിൽ കണ്ടത് രക്തശുദ്ധിയുടെ പേരിലുള്ള ക്രൂരമായൊരു ചരിത്രമാണ്. ഈജിപ്ഷ്യൻ ഫറവോമാർ തങ്ങളെത്തന്നെ ഭൂമിയിലെ ദൈവങ്ങളായാണ് കണ്ടിരുന്നത്. ദൈവങ്ങൾ മനുഷ്യരെ വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തങ്ങളുടെ ദൈവീക രക്തം കലർപ്പില്ലാതെ സൂക്ഷിക്കാൻ അവർ സ്വന്തം സഹോദരിമാരെയും മക്കളെയും അടുത്ത ബന്ധുക്കളെയും വിവാഹം കഴിച്ചു. തലമുറകളായി തുടർന്ന ഈ രീതി, ഇൻസെസ്റ്റ്, അവരുടെ ജനിതക ഘടനയെ പാടെ തകർത്തിരുന്നു. അഖ്നാറ്റന്റെ ആ വിചിത്രമായ ശരീരം, നീണ്ട തലയോട്ടിയും വികൃതമായ ഉടലും ഏതോ നക്ഷത്രലോകത്ത് നിന്ന് കിട്ടിയ വരമായിരുന്നില്ല, മറിച്ച് സ്വന്തം കുടുംബം വരുത്തിവെച്ച ജനിതകമായ ശാപമായിരുന്നു. പ്രകൃതിയുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചതിന് മനുഷ്യ ശരീരം നൽകിയ വില. അദ്ദേഹത്തിന്റെ മകൻ ടുട്ടാങ്കാമൻ 19-ാം വയസ്സിൽ മരിക്കാൻ കാരണം യുദ്ധമോ കൊലപാതകമോ ആയിരുന്നില്ല. അവന്റെ ശരീരം അത്രമേൽ ദുർബലമായിരുന്നു. മലേറിയയും എല്ലുകൾക്ക് ബലമില്ലാത്ത രോഗവും അവനെ കാർന്നു തിന്നുകയായിരുന്നു. നടക്കാൻ പോലും വടികുത്തേണ്ടി വന്ന ആ കുട്ടി ഒരുപക്ഷെ സിംഹാസനത്തിലിരുന്ന് വേദന കൊണ്ട് പുളഞ്ഞിട്ടുണ്ടാവാം. ഇവിടെയാണ് അഖ്നാറ്റൻ എന്ന മനുഷ്യന്റെ ദുരന്തം പൂർണ്ണമാകുന്നത്. അദ്ദേഹം വിചാരിച്ചത് താൻ ദൈവത്തിനു തുല്യനാണ് എന്നാണ്. താൻ സൂര്യന്റെ പുത്രനാണെന്നും തനിക്ക് മരണമില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ സത്യത്തിൽ അദ്ദേഹം നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന രോഗബാധിതനായ വെറുമൊരു മനുഷ്യൻ മാത്രമായിരുന്നു. തന്റെ ശാരീരികമായ വൈകല്യങ്ങളെ അദ്ദേഹം ദൈവീകമായ അടയാളങ്ങളായി തെറ്റിദ്ധരിച്ചു. ആ നീണ്ട വിരലുകളും മുഖവും സൂര്യൻ തനിക്ക് നൽകിയ പ്രത്യേക രൂപമാണെന്ന് അദ്ദേഹം അഹങ്കരിച്ചു. പക്ഷേ അത് വരാനിരിക്കുന്ന നാശത്തിന്റെ ലക്ഷണങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ ദീർഘദർശിക്ക് കഴിഞ്ഞില്ല. വിധിയുടെ ക്രൂരമായ തമാശ നോക്കൂ. ഈജിപ്തിലെ 18-ാം രാജവംശം, 18th ഡൈനാസ്റ്റി, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ രാജവംശം, അവസാനിച്ചതൊരു യുദ്ധഭൂമിയിലല്ല, മറിച്ച് മക്കളില്ലാതെ രോഗം വന്ന് ആരും നോക്കാനില്ലാതെ മരിച്ചു കിടന്ന ഒരു കുട്ടിയുടെ ശവമഞ്ചത്തിന് മുന്നിലാണ്. അഖ്നാറ്റന്റെ വംശം അവിടെ അറ്റുപോയി. അദ്ദേഹത്തിന്റെ മരണശേഷം നടന്നത് അധികാരത്തിനു വേണ്ടിയുള്ള കടിപിടിയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ജനറൽ ഹോറംഹെബ് അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹം അഖ്നാറ്റന്റെ നിർമ്മാണങ്ങളെല്ലാം തകർത്തു. പക്ഷേ മരുഭൂമി ഒന്നും മറന്നില്ല. സമീപകാലത്ത് 2021 ഈജിപ്തിൽ നിന്ന് മറ്റൊരു വാർത്ത ലോകത്തെ ഞെട്ടിച്ചു. പ്രശസ്ത പുരാവസ്തു ഗവേഷകൻ സാഹി ഹവാസ് ലക്സറിന് സമീപം മണലിനടിയിൽ നിന്ന് ഒരു വലിയ നഗരം കണ്ടെത്തു. നഷ്ടപ്പെട്ട സ്വർണ്ണ നഗരം എന്നാണതിനെ വിളിച്ചത്. അത് അഖ്നാത്തൻ പണികഴിപ്പിച്ച അഖേതാത്തൻ നഗരമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം തന്റെ പുതിയ തലസ്ഥാനത്തേക്ക് മാറുന്നതിന് തൊട്ടുമുമ്പ് താമസിച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഭരിച്ചിരുന്ന നഗരമായിരുന്നു അത്. മണൽ നീക്കി ആ നഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഗവേഷകർ കണ്ടത് അത്ഭുതകരമായ കാഴ്ചകളായിരുന്നു. 3000 വർഷം മുൻപ് ഒരു ദിവസം പെട്ടെന്ന് സമയം നിന്നുപോയതുപോലെയുള്ള അവസ്ഥ. വീടുകൾക്കുള്ളിൽ അടുപ്പുകളിൽ ചാരമുണ്ടായിരുന്നു. മൺപാത്രങ്ങളിൽ ഉണങ്ങിയ മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ, കുട്ടികൾ കളിച്ചിരുന്ന പാവകൾ, കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന അളവുപാത്രങ്ങൾ. മതിലുകൾക്കിപ്പോഴും 10 അടിയിലധികം ഉയരമുണ്ട്. ഈ നഗരം നമ്മളോട് പറയുന്നതെന്താണ്? അഖ്നാത്തൻ വെറുമൊരു ഭ്രാന്തനായിരുന്നില്ല എന്ന സത്യം. ഈജിപ്ത് അക്കാലത്ത് എത്രമാത്രം സമ്പന്നമായിരുന്നുവെന്നും ജനജീവിതം എത്ര സുരക്ഷിതമായിരുന്നുവെന്നും ആ നഗരം കാണിച്ചു തരുന്നു.
സ്വർണ്ണപ്പണിക്കാരുടെ വർക്ക്ഷോപ്പുകൾ, നെയ്ത്തുകേന്ദ്രങ്ങൾ, ബേക്കറികൾ എല്ലാം അവിടെയുണ്ടായിരുന്നു. അഖ്നാത്തൻ അമർനയിലേക്ക് പോയപ്പോൾ ഈ നഗരം ഉപേക്ഷിക്കപ്പെട്ടു. ജനങ്ങൾ രാജാവിനെ അനുഗമിക്കാൻ നിർബന്ധിതരായി. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു ജീവിതത്തിൽ നിന്ന് വരണ്ട മരുഭൂമിയിലേക്ക് പറിച്ചു നടപ്പെട്ട ഒരു ജനതയുടെ വേദന ആ ഇഷ്ടികകളിൽ തൊട്ടാലറിയാം. പക്ഷേ അഖ്നാത്തന്റെ ഏറ്റവും വലിയ സംഭാവന നഗരങ്ങളല്ല, അത് കല എന്നാണ്. ഈജിപ്ഷ്യൻ മ്യൂസിയങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് പ്രതിമകൾ കാണാം. അവയെല്ലാം ഒരേപോലെയിരിക്കും. നെഞ്ചു വിരിച്ചു നിൽക്കുന്ന രാജാവ്, ഭാവഭേദമില്ലാത്ത മുഖം, ഇടതുകാൽ മുന്നോട്ട് വെച്ചു നിൽക്കുന്ന സ്ഥിരം പോസ്. 1000 വർഷം അവർ ഒരേ ശൈലി പിന്തുടർന്നു. എന്നാൽ അഖ്നാത്തന്റെ കാലത്തെ അമർന പീരീഡിലെ ശില്പങ്ങൾ നോക്കൂ. അവിടെ രാജാവ് തന്റെ ഭാര്യയെ ചുംബിക്കുന്നു, മക്കളെ മടിയിലിരുത്തി ലാളിക്കുന്നു, കാറ്റിൽ മരങ്ങൾ ആടുന്നു, മൃഗങ്ങൾ ഓടുന്നു, മുഖത്ത് ചിരിയും കരച്ചിലും കാണാം. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്നേഹം എന്ന വികാരം കലയിലൂടെ പ്രകടിപ്പിച്ചത് അഖ്നാത്തനാണ്. അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ ഒരു ഫറവോയും സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹം ഇത്ര പരസ്യമായി കാണിച്ചിട്ടില്ല. തന്റെ മകൾ മരിച്ചപ്പോൾ കരയുന്ന അഖ്നാത്തന്റെ ചിത്രം, അത് ചരിത്രത്തിലെ ഒരു അപൂർവ നിമിഷമാണ്. ഒരു ചക്രവർത്തി തന്റെ കിരീടവും ചെങ്കോലും മാറ്റിവെച്ച് വെറുമൊരച്ഛനായി മാറുന്ന നിമിഷം. ആ നിമിഷമാണ് അദ്ദേഹത്തെ ഏലിയനല്ലാതാക്കുന്നത്. ആ കണ്ണുനീർ നമ്മുടേത് തന്നെയാണ്. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ ജനങ്ങൾ വെറുക്കാൻ കാരണം. ജനങ്ങൾക്കു വേണ്ടത് ഒരു ദൈവത്തെയായിരുന്നു, ദൗർബല്യങ്ങളില്ലാത്ത, വികാരങ്ങളില്ലാത്ത, കല്ലുപോലെ നിൽക്കുന്ന ഒരു ഭരണാധികാരിയെ. എന്നാൽ അഖ്നാത്തൻ അവർക്ക് മുന്നിൽ പച്ചയായ മനുഷ്യനായി നിന്നു. താൻ കരയുമെന്നും താൻ സ്നേഹിക്കുമെന്നും തനിക്ക് വേദനിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. രാജാവ് നമ്മളെപ്പോലെ വെറുമൊരു മനുഷ്യനാണോ എന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഭയമുണ്ടാക്കി. ആ ഭയമാണ് പിന്നീട് വെറുപ്പായി മാറിയത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ 2 ചിത്രങ്ങൾ മുന്നിലുണ്ട്. ഒന്ന്, സ്വാർത്ഥനായ, മതഭ്രാന്തനായ, സ്വന്തം സാമ്രാജ്യം നശിപ്പിച്ച ഒരു ഭരണാധികാരി. 2, കാലത്തിന് മുൻപേ സഞ്ചരിച്ച, സത്യം തേടിപ്പോയ, പ്രകൃതിയെയും പ്രകാശത്തെയും സ്നേഹിച്ച ഒരു കവി. ഇതിൽ ഏതാണ് ശരി? അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലെ മായ്ച്ചു കളഞ്ഞ പേരിനു മുകളിൽ കൈവച്ചുകൊണ്ട് ഒരു ചരിത്രകാരൻ ഒരിക്കൽ പറഞ്ഞു, ഇവിടെ ഉറങ്ങുന്നത് ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയാണ്, ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻ ഹിസ്റ്ററി. അതെ, അതിനു മുൻപ് വരെ മനുഷ്യർ കൂട്ടങ്ങളായിരുന്നു, ഗോത്രങ്ങൾ, ജാതികൾ, രാജ്യങ്ങൾ. അഖ്നാട്ടിനാണ് ആദ്യമായി ഞാൻ എന്ന് ചിന്തിച്ചത്. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് നോക്കാതെ സ്വന്തം മനസാക്ഷിയെ മാത്രം കേട്ട ആദ്യത്തെ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പതനം അനിവാര്യമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് നടക്കുന്നവനെ സമൂഹം എപ്പോഴും ഭയപ്പെടുന്നു. വെളിച്ചം കൂടുതൽ കാണുന്നവനെ ഇരുട്ടിൽ നിൽക്കുന്നവർ കല്ലെറിയും. നമ്മുടെ കഥയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നു. അമർനയിലെ മണൽക്കാറ്റിൽ ഇപ്പോൾ ശാന്തതയുണ്ട്. അഖ്നാറ്റൻ എന്ന പേര് ചരിത്രം മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും 3000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കേരളത്തിലിരുന്ന്, അല്ലെങ്കിൽ ലോകത്തിന്റെ പല കോണുകളിലിരുന്ന് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ വിജയം. ഹോറംഹെബ് ജയിച്ചില്ല, പുരോഹിതന്മാർ ജയിച്ചില്ല, കല്ലുകൾ തകർക്കാൻ അവർക്ക് കഴിഞ്ഞു, പക്ഷേ ഓർമ്മകളെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇനി അവസാനമായി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഈ കഥയിൽ നിന്ന് നമ്മൾ, ആധുനിക മനുഷ്യർ, എന്താണ് പഠിക്കേണ്ടത്? മരുഭൂമിയിൽ ബാക്കിയായ ആ ശൂന്യത നമ്മളോടെന്താണ് മന്ത്രിക്കുന്നത്? ആത്യന്തികമായ സത്യം തേടിയുള്ള ഈ യാത്ര നമുക്ക് അവസാനിപ്പിക്കാം. നൈൽ നദിയുടെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ താഴാൻ തുടങ്ങുന്നു. അഖേതാറ്റൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ 3000 വർഷമായി തുടരുന്ന ആ ചുവന്ന വെളിച്ചം വീണ്ടും പരക്കുന്നു. നമ്മൾ തുടങ്ങിയത് നക്ഷത്രങ്ങളെ പ്രണയിച്ച ഒരു രാജാവിന്റെ കഥയിൽ നിന്നാണ്. ഇപ്പോൾ ആ യാത്രയുടെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയാവുന്നത് എന്താണ്? തകർന്ന കുറച്ച് കല്ലുകൾ, മായ്ച്ചു കളഞ്ഞ കുറച്ച് പേരുകൾ, പിന്നെ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ. അഖ്നാറ്റന്റെ കഥ വെറുമൊരു ചരിത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണിത്. ഇതൊരു കണ്ണാടിയാണ്. നമ്മൾ ഓരോരുത്തരും നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്ന ഒരു കണ്ണാടി. ശരിക്കും ആരായിരുന്നു ആ മനുഷ്യൻ? അധികാരം കയ്യിലുണ്ടായിട്ടും അതുപയോഗിച്ച് ലോകം കീഴടക്കാൻ പോകാതെ മനസ്സിനുള്ളിലെ സത്യം തേടിപ്പോയ ഒരു സന്യാസി.
എല്ലാവരും പോകുന്നത് ആ വഴിയെയാണ്, അതുകൊണ്ട് ഞാനും ആ വഴിയെ പോകാം എന്ന് ചിന്തിക്കാതിരുന്ന ഒരു വിപ്ലവകാരി. നമ്മൾ നേരത്തെ കണ്ടു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അന്യഗ്രഹ ജീവികളുടെ കോശങ്ങളൊന്നും ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താനായില്ല. പക്ഷേ ഒരർത്ഥത്തിൽ അദ്ദേഹം ഒരു ഏലിയൻ തന്നെയായിരുന്നു. അന്യഗ്രഹത്തിൽ നിന്ന് വന്നവനല്ല, മറിച്ച് സ്വന്തം കാലഘട്ടത്തിന് അപരിചിതനായവൻ. ചിന്തകൾ കൊണ്ട്, സ്വപ്നങ്ങൾ കൊണ്ട് ചുറ്റുമുള്ളവരിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെ സഞ്ചരിച്ചവൻ. സമൂഹം എപ്പോഴും അങ്ങനെയാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്നവനെ അതാദ്യം ഭ്രാന്തനെന്ന് വിളിക്കും, പിന്നെ കല്ലെറിയും. ഒടുവിൽ കാലം കഴിയുമ്പോൾ അവനെ ദൈവമായി വാഴ്ത്തും. അക്നാട്ടന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ദൈവമായി വാഴ്ത്തിയില്ലെങ്കിലും ചരിത്രം അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഹോറംഹെബും പുരോഹിതന്മാരും വിചാരിച്ചത് അഖേതാട്ടൻ നഗരത്തിലെ ഓരോ കല്ലും ഇളക്കി മാറ്റിയാൽ ആ പേര് എന്നേക്കുമായി മരിക്കുമെന്നാണ്. പക്ഷേ വിധിയുടെ തമാശ നോക്കൂ. ഇന്ന് ഹോറംഹെബിന്റെ പേര് എത്ര പേർക്കറിയാം? ആ പുരോഹിതന്മാരുടെ പേരുകൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അവർ വെട്ടിമാറ്റാൻ ശ്രമിച്ച, അവർ മണ്ണിൽ കുഴിച്ചുമൂടിയ അക്നാറ്റന്റെ പേര് അതിന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. ഈജിപ്തിലെ മ്യൂസിയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കിട്ടുപോയി കാണുന്നത് ആ വികൃതനായ രാജാവിൻ്റെയും അദ്ദേഹത്തിന്റെ സുന്ദരിയായ രാജ്ഞിയുടെയും പ്രതിമകളാണ്. അവർ തോറ്റുപോയി. അക്നാറ്റൻ ജയിച്ചു. കാരണം സത്യത്തെ മണ്ണിൽ കുഴിച്ചുമൂടാം, പക്ഷേ അത് വിത്താണ്, അത് വീണ്ടും മുളയ്ക്കും. അങ്ക് എന്ന ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈജിപ്ഷ്യൻ ലിപികളിൽ ജീവൻ എന്നതിനെ സൂചിപ്പിക്കുന്ന കുരിശുപോലെയുള്ള അടയാളം. അക്നാറ്റന്റെ ശില്പങ്ങളിൽ സൂര്യരശ്മികൾ നീളുന്ന കൈകൾ രാജാവിന്റെ മൂക്കിനു നേരെ ഈ അങ്ക് നീട്ടുന്നതായി കാണാം. ഞാൻ നിനക്ക് ജീവന്റെ ശ്വാസം നൽകുന്നു എന്നാണ് അതിനർത്ഥം. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ കഥ കേൾക്കുമ്പോൾ ആ സൂര്യൻ നമുക്കും ജീവന്റെ ശ്വാസം നൽകുന്നുണ്ട്. അക്നാറ്റൻ നോക്കി നിന്ന അതേ സൂര്യൻ, അദ്ദേഹം കണ്ട അതേ നക്ഷത്രങ്ങൾ. കാലമെന്നത് ഒരൊറ്റ നദി പോലെയാണ്. അതിൽ നമ്മളും അക്നാറ്റനും ഒരേ വെള്ളത്തിലാണ് നീന്തുന്നത്. വെറും ദൂരവ്യത്യാസം മാത്രം. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. 1. സ്നേഹത്തിന്റെ ശക്തി. കല്ലിലും മരത്തിലും ദൈവത്തെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ് എന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം. സ്വന്തം ഭാര്യയെയും മക്കളെയും ചേർത്തുപിടിച്ച് ഇതാണെന്റെ സ്വർഗം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ മനുഷ്യൻ. അധികാരത്തിന്റെ ഉന്നതിയിലിരിക്കുമ്പോഴും മാനുഷികമായ ബന്ധങ്ങൾക്കാണ് വിലയെന്ന് അദ്ദേഹം തെളിയിച്ചു. 2. സത്യത്തോടുള്ള അഭിനിവേശം. മാഅത്ത് അഥവാ സത്യം. അതായിരുന്നു അക്നാറ്റന്റെ മതം. തന്റെ ശാരീരികമായ വൈകല്യങ്ങൾ പോലും ഒളിച്ചുവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ വരയ്ക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഫിൽട്ടറുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന നമുക്ക് സ്വന്തം കുറവുകളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരു ഗുരുവാണ് അദ്ദേഹം. 3. നശ്വരത. അമർന്നയിലെ തകർന്ന കൊട്ടാരങ്ങൾ നമ്മളോട് പറയുന്നതൊരൊറ്റ കാര്യമാണ്: ഈ ലോകത്തൊന്നും ശാശ്വതമല്ല. എത്ര വലിയ സാമ്രാജ്യം പണിതാലും, എത്ര വലിയ മതിലുകൾ കെട്ടിയാലും ഒരു നാൾ അത് മരുഭൂമിയിലെ മണലിൽ അലിഞ്ഞുചേരും. ഷെല്ലി എഴുതിയ ഓസിമാൻഡിയാസ് എന്ന കവിത പോലെ, എന്റെ പ്രവൃത്തികൾ കണ്ട് അസൂയപ്പെടൂ എന്ന് എഴുതിവെച്ച രാജാവിന്റെ പ്രതിമ അവസാനം മണലിൽ മുഖം കുത്തിക്കിടക്കുന്നു. പക്ഷേ നശിക്കാത്തതായി ഒന്നേയുള്ളൂ, അത് നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയ വെളിച്ചമാണ്. അക്നാറ്റൻ വിതച്ച ഏകദൈവ വിശ്വാസമെന്ന വെളിച്ചം രൂപം മാറി ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. നമ്മുടെ കഥയിലെ നായിക നെഫർട്ടിറ്റി, അവൾ എവിടെയോ ഉറങ്ങുന്നുണ്ട്. ഒരുപക്ഷേ ടൂട്ടൻഖാമോണിന്റെ കല്ലറയ്ക്ക് പിന്നിലെ ആ രഹസ്യമുറിയിൽ സ്വർണ്ണമുഖംമുടി അണിഞ്ഞ് ശാന്തമായി അവൾ കിടക്കുന്നുണ്ടാകാം. എന്നെങ്കിലും ഒരു നാൾ ആ വാതിൽ തുറക്കപ്പെട്ടേക്കാം. അതുവരെ അവൾ ആ ഇരുട്ടിൽ തന്റെ ഭർത്താവിന്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കട്ടെ. രാത്രിയാകുന്നു. മരുഭൂമിയിൽ തണുപ്പ് പടരുന്നു. അഖേതാറ്റൻ നഗരത്തിന്റെ ശൂന്യതയിൽ ഇപ്പോൾ നക്ഷത്രങ്ങൾ തെളിയാൻ തുടങ്ങി. അക്നാറ്റൻ തന്റെ അവസാന നാളുകളിൽ ഏകാന്തിയായി മട്ടുപ്പാവിൽ നിന്ന് നോക്കിയ അതേ ആകാശം. അന്ന് അദ്ദേഹം എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? താൻ പരാജയപ്പെട്ടു എന്നാണോ, അതോ തന്റെ ദൗത്യം പൂർത്തിയായി എന്നാണോ? ഒരുപക്ഷേ അദ്ദേഹം മരിച്ചത് സമാധാനത്തോടെയായിരിക്കാം. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മരണത്തെക്കുറിച്ചല്ല, മറിച്ച് ഉദയത്തെക്കുറിച്ചാണ്. നീ അസ്തമിക്കുമ്പോൾ ലോകം മരിക്കുന്നു, നീ ഉദിക്കുമ്പോൾ ലോകം വീണ്ടും ജനിക്കുന്നു എന്നദ്ദേഹം പാടി. മരണം ഒരസ്തമയം മാത്രമാണെന്നും മറ്റൊരു ലോകത്ത് പുതിയൊരുദയം കാത്തിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ട കേൾവിക്കാരാ,
നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, 3000 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ മണലാരണ്യത്തിൽ ഇതുപോലെ ഒറ്റയ്ക്ക് നടന്ന ഒരു രാജാവുണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ നോക്കി കരഞ്ഞ, സൂര്യനെ നോക്കി ചിരിച്ച ഒരു മനുഷ്യൻ. നമ്മുടെ ഉള്ളിലും ഒരു അഖ്നാട്ടനുണ്ട്. കാട് കയറി ചിന്തിക്കുന്ന, നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന, അതിരുകളില്ലാതെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏലിയൻ. ആ അഖ്നാട്ടനെ നിങ്ങൾ ഒരിക്കലും കൊന്നുകളയരുത്. കാരണം അതാണ് നിങ്ങളിലെ യഥാർത്ഥ മനുഷ്യൻ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ തവണ സൂര്യൻ ഉദിക്കുമ്പോഴും, ഓരോ തവണ നമ്മൾ സത്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോഴും അഖ്നാട്ടൻ വീണ്ടും ജനിക്കുകയാണ്. മരുഭൂമിയിലെ കാറ്റടങ്ങുന്നില്ല. അത് നൈൽ നദിയുടെ ഓളങ്ങളിലൂടെ, ഈന്തപ്പനകളുടെ ഇലകളിലൂടെ, പിരമിഡുകളുടെ നിശബ്ദതയിലൂടെ ഒഴുകി കാലത്തിന്റെ തീരത്തേക്ക് വരുന്നു. നിങ്ങളിപ്പോൾ ആകാശത്തേക്കൊന്ന് നോക്കൂ. അവിടെ ആ വലിയ ശൂന്യതയിൽ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മളും വെറും സഞ്ചാരികൾ മാത്രമാണ്. അഖ്നാട്ടനെപ്പോലെ വഴിതെറ്റിവന്ന സഞ്ചാരികൾ. ഈ ദീർഘമായ യാത്രയിൽ കൂടെയുണ്ടായിരുന്നതിന് നന്ദി. സൂര്യൻ എന്നും ഉദിക്കട്ടെ. വെളിച്ചം എന്നും നിങ്ങളെ വഴി നടത്തട്ടെ. ശുഭരാത്രി.